ഫസ്റ്റ് സ്റ്റെപ്പ് ടു സക്സസ് എന്നാണ്, വിജയത്തിലേക്കുള്ള ആദ്യത്തെ കാൽവയ്പ് എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ഒരു കാൽവയ്പ്, അതിൻ്റെ ഒരു സ്ലൈഡ് ഞാൻ ജസ്റ്റ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാണ്. ഈ സ്ലൈഡ് എല്ലാവർക്കും കാണാൻ കഴിയുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അതിൽ തന്നെ ഒന്നാമത്തെ സ്റ്റെപ്പ്, വിജയത്തിലേക്ക് നമ്മൾ ആദ്യം കയറുകയാണ്. കയറുമ്പോൾ ഒരു ചിന്ത എപ്പോഴും മനസ്സിലുള്ളത് വളരെ നല്ലതാണ്. ഈ പടി ഞാൻ മുമ്പ് കയറിയിട്ടില്ല, എൻ്റെ അപ്പനപ്പൂപ്പന്മാരാരും കയറിയിട്ടില്ല, ഇതൊരു പുതിയ പടിയാണ്, ഇതൊരു പുതിയ വഴിയാണ്. ഒരുപക്ഷെ നമ്മളായിരിക്കുന്ന മേഖലയിൽ പല മേഖലയിലെയും അഗ്രഗണ്യന്മാരായിരുന്ന ആൾക്കാരായിരിക്കാം. ഗസറ്റഡ് റാങ്ക് റിട്ടയർ ആയ ഉദ്യോഗസ്ഥരുണ്ടാവാം, ആ നാട്ടിൽ ഏറ്റവും പെർഫോം ചെയ്തിരുന്ന ജനപ്രതിനിധികൾ ഉണ്ടാവാം, അല്ലെങ്കിൽ ഏറ്റവും നന്നായി ഒരു കുടുംബത്തെ മുമ്പോട്ട് നയിച്ച വീട്ടമ്മയാവാം. നിങ്ങൾ ആര് തന്നെ ആയാലും, എത്ര വലിയ സെയിൽസ് സ്കില്ലുള്ള ആളാണെന്ന് സ്വയം തോന്നിയൊരു വ്യക്തി ആയാലും, ഡയറക്റ്റ് സെല്ലിംഗ് തികച്ചും വ്യത്യസ്തമായ ഒരു പുതിയ ഇൻഡസ്ട്രി ആണെന്ന് മനസ്സിലാക്കുക. ഇതിൽ ആദ്യത്തെ കാൽവയ്പിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്നതാണ്. വളരെ എളുപ്പത്തിൽ പറഞ്ഞാൽ, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന വാക്ക്, ഡയറക്റ്റ് സെല്ലിംഗ് എന്താണ് എന്ന് ചോദിച്ചാൽ, ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് എൻഡ് കസ്റ്റമർ, അവസാന ഉപഭോക്താവിലേക്ക് എത്തുന്നത് വരെയുള്ള ചാനലിനെയാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ആ മാർക്കറ്റിങ്ങിൽ തന്നെ സാധാരണഗതിയിൽ മാർക്കറ്റിംഗ് നടക്കുന്നത്, ഒരു 30 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ്, എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് ആയിക്കോട്ടെ, ഒരു സോപ്പായിട്ട് നമുക്ക് കാണാം, അല്ലെങ്കിൽ ഒരു സോപ്പ് ആയിക്കോട്ടെ, 30 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു സോപ്പ് ഒരു പക്ഷേ ഇന്ത്യ മുഴുവൻ വിൽക്കുന്ന ഒരു C&F ഏജന്റ്, അല്ലെങ്കിൽ ഒരു C&F ഏജന്റ് 40 രൂപയ്ക്കും, ഇന്ത്യ മുഴുവൻ വിൽക്കുന്ന അടുത്ത ഏജന്റ് അത് ഒരു 50 രൂപയ്ക്കും, അതിൻ്റെ ഒരു 4-5 സംസ്ഥാനങ്ങൾ, അതായത് തെക്കേ ഇന്ത്യയിൽ വിൽക്കുന്ന ആള് ഒരു 50-60 രൂപയ്ക്കും, കേരളത്തിൽ വിൽക്കുന്ന ആളുടെ 70 രൂപയ്ക്കും, എൻ്റെ ജില്ലയായ ആലപ്പുഴ വിൽക്കുന്ന ആൾ 80 രൂപയ്ക്കും, ആലപ്പുഴയിലെ ഷോപ്പുകാരൻ അത് 100 രൂപയ്ക്ക് വിൽക്കും. ഇതിനിടയ്ക്ക് ഒരു പരസ്യവും കാണും. ചുരുക്കി പറഞ്ഞാൽ 30 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് ഏകദേശം 60 മുതൽ 70% വരെ പരസ്യക്കാർക്കും ഡീലർക്കും കമ്മീഷൻ കൊടുത്ത് എൻഡ് കസ്റ്റമറിൽ എത്തുന്നു. അതൊരു തെറ്റൊന്നുമല്ല. പതിറ്റാണ്ടുകളായി, 2-3 തലമുറകളായി നമ്മൾ ചെയ്തു വന്നൊരു സിസ്റ്റമാണ്. അതിനെ ട്രഡീഷണൽ ബിസിനസ് എന്ന് പറയും, പരമ്പരാഗത കച്ചവടം എന്ന് പറയും. എന്നാൽ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ബിസിനസ് തികച്ചും വ്യത്യസ്തമാണ്. അല്ലെ ഇതിന്റെ പാരലായി പോകുന്നു എന്ന് പറയാം. ഇതിന്റെ ഓപ്പോസിറ്റ് എന്ന് ഞാൻ പറയില്ല. കാരണം 30 രൂപയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റ് ഇവിടെയും 100 രൂപയ്ക്ക് കസ്റ്റമറിലേക്ക് കിട്ടുമ്പോൾ, ഇടനിലക്കാരുടെയും പരസ്യക്കാരുടെയും ജോലി ചെയ്യുന്നത് എന്നെയും നിങ്ങളെയും പോലെയുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആണ്. നമ്മൾ ഈ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചത് വഴി നമുക്ക് കിട്ടിയ പോസിറ്റീവായ റിസൾട്ടുകൾ, ആ റിസൾട്ടുകൾ നെഞ്ചിൽ തട്ടി നമ്മൾ നമ്മളുടെ അനുഭവങ്ങളായി ഷെയർ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് അനുഭവവേദ്യമാകത്തക്ക രീതിയിൽ നമ്മൾ അവരോട് ഇത് ഷെയർ ചെയ്യുന്ന സാഹചര്യത്തിൽ അവിടെ സെയിൽസ് നടക്കുകയും, പരസ്യക്കാർക്ക് വേണ്ട താരമൂല്യതയോ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് വേണ്ട കോടികളുടെയോ ലക്ഷങ്ങളുടെയോ ഇൻവെസ്റ്റ്മെന്റോ ഇല്ലാതെ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്ത് നിന്ന് എൻഡ് കസ്റ്റമറിലേക്ക് എത്തുന്നതിനെയാണ് ഡയറക്റ്റ് സെല്ലിംഗ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ പല ആൾക്കാരും ഈ ഡയറക്റ്റ് സെല്ലിംഗ് വീടാന്തരം ഉൽപ്പന്നങ്ങൾ കൊണ്ടു നടന്ന് വിൽക്കുന്ന ഒരു കച്ചവടമാണ് എന്ന് ധരിക്കാറുണ്ട്. അതിനെ കൂടുതലും ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നാണ് അറിയപ്പെടുന്നത്. ഡയറക്റ്റ് സെല്ലിംഗ് എന്നത് ഇറ്റ്സ് ആൻ ഇൻഡസ്ട്രി. ഇതൊരു ഇൻഡസ്ട്രിയാണ്. ഏതുപോലെ? ഇരുമ്പ് വ്യവസായം പോലെ, അല്ലെങ്കിൽ ഇൻഷുറൻസ് ഇൻഡസ്ട്രി പോലെ, ഫിലിം ഇൻഡസ്ട്രി പോലെ, ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾ ചെയ്യുന്ന മേഖലകളെ നമ്മൾ വ്യവസായം എന്ന് പറയുന്നു. ഡയറക്റ്റ് സെല്ലിങ്ങും ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യുന്ന, ഏറ്റവും കൂടുതൽ കുടുംബങ്ങൾ ഉപജീവനം നടത്തിക്കൊണ്ടു പോകുന്ന ഒരു വ്യവസായമായി ഡയറക്റ്റ് സെല്ലിംഗ് ഇന്ത്യയിൽ മാറിയിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന ബഹുമാനരായ പല ആളുകൾ ഒരുപക്ഷെ കഴിഞ്ഞ ആഴ്ചയോ കഴിഞ്ഞ മാസമോ കഴിഞ്ഞ 3 മാസം മുമ്പോ ആയിരിക്കും ഇതിനെക്കുറിച്ച് കേട്ടേക്കുന്നത്. ഒരുപക്ഷെ നമ്മൾ കേൾക്കാൻ താമസിച്ചു എന്നത് കരുതി ഇത് നമുക്ക് വെളിയിൽ നടക്കുന്നില്ല എന്ന് വിചാരിക്കരുത്. ആ രീതിയിൽ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ഇന്ത്യയിൽ വളരെ ശക്തമാണ്. ഇന്ന് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളൊക്കെ ഈ മേഖലയ്ക്ക് നിയമനിർമ്മാണങ്ങൾ നടത്തി കഴിഞ്ഞു. ഇതിനുവേണ്ടി മോണിറ്ററിംഗ് മെക്കാനിസം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇത് വകുപ്പ് മന്ത്രിമാരുടെ നിയന്ത്രണത്തിന് കീഴിലാക്കി കഴിഞ്ഞു. സ്കിൽ ഇന്ത്യ ഇതിനെ ഒരു അംഗീകൃത തൊഴിൽ മേഖലയായി അംഗീകരിച്ചു കഴിഞ്ഞു. ഇൻഡിവിജ്വൽ സെയിൽസ് പേഴ്സൺ എന്ന രീതിയിൽ ഭാരത സർക്കാരിന്റെ നൈപുണ്യ വികസന വിഭാഗം ഇന്ന് ഡയറക്റ്റ് സെല്ലിങ്ങിനെ ഒരു തൊഴിൽ മണ്ഡലമായി മാറ്റിക്കഴിഞ്ഞു. ഇനി നമ്മുടെ നാടിന്റെ ഒരു രീതി വെച്ചിട്ട് 100 പേരെ എടുത്താൽ 95% ആൾക്കാരും ജോലിയെ ആശ്രയിക്കുകയും ഒരു 5% ആൾക്കാർ ബിസിനസ്സിനെ ആശ്രയിക്കുകയും ചെയ്യുന്ന, ചെറുകിട കച്ചവടങ്ങളെ ആശ്രയിക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ പൊതുവെ കാണുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഡയറക്റ്റ് സെല്ലിങ്ങിന്റെ പ്രാധാന്യം എന്താന്ന് ചോദിച്ചാൽ, വളരെ എളുപ്പത്തിൽ ഞാൻ ജോലിയും ബിസിനസ്സും കൊണ്ടുള്ള ഡിഫറൻസ് പറയുകയാണ്. നിങ്ങൾ ഏത് മേഖലയിൽ ജോലി ചെയ്ത ആളായാലും ആ ജോലിയോടുള്ള എല്ലാ ബഹുമാനവും നിർത്തിക്കൊണ്ട് തന്നെ ആ ജോലിയുടെ പരിമിതികളെ കുറിച്ച് പഠിക്കാനുള്ളൊരു മനസ്സും കൂടെ നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് രണ്ടും കൊണ്ടുള്ള ഡിഫറൻസ് എന്താണെന്ന് കൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഒരു ജോലി എപ്പോഴും ഒരു സ്ലോ ഗ്രോത്ത്,
ക്രമാനുഗതമായ ഒരു വളർച്ചയെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു മേഖലയാണ്. ഉദാഹരണം പറഞ്ഞാൽ ശരാശരി 3% മുതൽ 5% വരെയൊക്കെയാണ് പരമാവധി ഒരു വർഷം ഒരു ജോലിയിൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കേന്ദ്ര സർക്കാർ ഇത്ര ശതമാനം വർദ്ധിപ്പിച്ചു, 3% വർദ്ധിപ്പിച്ചു, ഇങ്ങനെയൊക്കെ കാണാറുണ്ട് സാലറി. അപ്പോൾ ഒരു 3 to 5% വരെയൊക്കെയാണ് പല ജോലികളിലും എന്താ പറയണ്ടേ ശമ്പള വർധനവ് ഉണ്ടാവാറുള്ളത്. എന്നാൽ ബിസിനസ്സിൽ അങ്ങനെയല്ല. കഴിഞ്ഞ വർഷത്തെ ഉണ്ടാക്കിയതിന്റെ ഇരട്ടി ടേൺ ഓവർ രണ്ടാം കൊല്ലവും അതിന്റെ ഇരട്ടി ഉണ്ടാക്കുന്ന ആൾക്കാരെയൊക്കെ നമുക്കറിയാം. അപ്പോൾ ജോലിയെ അപേക്ഷിച്ച് ബിസിനസ്സിൽ വരുമാന വളർച്ച, എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കൂടുതലാണ്. ഒന്ന്. രണ്ട്, ജോലിയിൽ പക്ഷെ റിസ്ക് കുറവാണ്. ബിസിനസ് ഓണർക്കാണ് റിസ്ക് എടുക്കേണ്ടി വരിക. ഒരിക്കലും എംപ്ലോയിക്ക് ഒരു റിസ്ക് എടുക്കേണ്ടി വരാറില്ല. പക്ഷേ ബിസിനസ്സിനെ എടുത്തു വെച്ച് പരിശോധിച്ചാൽ മുതലാളിക്കാണ് ഏറ്റവും കൂടുതൽ റിസ്ക് ഉണ്ടാകുക. 3, ജോലിയിൽ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമില്ല. ഒരു ബിസിനസ് ഓണർ ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ നമ്മുടെ സമയം അവിടെ കൊടുത്താൽ മാത്രം മതിയാവും. 8, 10, 12 മണിക്കൂർ മാത്രമായിരിക്കും നമ്മൾ ചെയ്യേണ്ടി വരിക. പക്ഷേ ആ 12 മണിക്കൂറിന് അപ്പുറത്തേക്ക് ഒരു വളർച്ച നമുക്ക് ഉണ്ടാവില്ല എന്നുള്ളത് വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. ഇനി ബിസിനസ്സിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുണ്ട്. ജോലിയിൽ സാലറി ഏൺ ചെയ്യുമ്പോൾ ബിസിനസ്സിൽ വലിയ പ്രോഫിറ്റ് നമുക്ക് ഏൺ ചെയ്യാനുള്ള അവസരമുണ്ട്. ജോലിയിൽ ഫിക്സഡ് വർക്കിംഗ് അവർ ചെയ്യുമ്പോൾ ബിസിനസ് ആസ്വദിച്ച് ചെയ്യുന്നത് പോലെ കൊണ്ട് തന്നെ സമയം നോക്കാറില്ല. ലാഭം സമയത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ കൂടുതൽ സമയം ആത്മാർത്ഥമായി നിക്ഷേപിക്കാൻ ബിസിനസ്സുകാരെ തയ്യാറാവും. ഇനി ജോലിയിൽ ഒരിക്കലും നമ്മുടെ ടാർഗറ്റ് നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളുടെ ടാർഗറ്റ് നമ്മുടെ ബിസിനസ് ഓണറാണ് ഡിസൈഡ് ചെയ്യുക. ബിസിനസ്സിൽ പക്ഷെ നമ്മുടെ ടാർഗറ്റും നമ്മുടെ വരുമാനവും നമുക്ക് തന്നെ ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഒരു പക്ഷേ പല മേഖലകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ജോലിയിൽ നിലവിൽ ആ ജോലിക്ക് കൂടുതൽ വരുമാനം ആ മേഖലയിൽ നിന്ന് സമ്പാദിക്കാൻ ശ്രമിച്ചവരെ, നിയമവിരുദ്ധമായ വരുമാനം ഉണ്ടാക്കാൻ ശ്രമിച്ചവരെ അവരെ ചിത്രീകരിക്കപ്പെടുകയും അവരെ പലതരത്തിൽ എന്താ പറയുക നിയമ നടപടിക്ക് വിധേയരാകുകയും വരെ ചെയ്യാറുണ്ട്. പക്ഷെ ബിസിനസ് അങ്ങനെയല്ല. ബിസിനസ്സിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ടാർഗറ്റോ ടേൺ ഓവറോ കൂട്ടണമെങ്കിൽ സ്വാഭാവികമായും നിങ്ങൾ കൂടുതൽ അധ്വാനിച്ചാൽ കൂടാവുന്നതേ ഉള്ളൂ. ഇനി ജോലിയിൽ സ്ഥാനക്കയറ്റങ്ങൾ ലഭിക്കണമെങ്കിൽ ഹയർ ക്വാളിഫിക്കേഷൻ കിട്ടിക്കൊണ്ടേയിരിക്കണം. എളുപ്പത്തിൽ ഞാൻ പറഞ്ഞാൽ, ഒരു ബൈക്കിന്റെയോ കാറിന്റെയോ ഷോറൂമിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒരു ബൈക്കിന്റെയോ കാറിന്റെയോ ഷോറൂമിൽ നല്ലൊരു ജോലി കിട്ടണമെങ്കിൽ മിനിമം ഡിഗ്രി വേണം, അല്ലെങ്കിൽ MBA വേണം. മറിച്ച് അത്തരത്തിൽ 50 or 60 സ്റ്റാഫിനെ വെച്ച് നിങ്ങൾക്ക് ഒരു ഷോറൂം തുടങ്ങണമെങ്കിൽ നിങ്ങൾ സ്കൂൾ വിദ്യാഭ്യാസം പോലും ആവശ്യമില്ല, കുറച്ച് പൈസ ഉണ്ടായാൽ മതി. അങ്ങനെ ഏത് മേഖലയും, ഇപ്പം ഞാൻ ഒരിക്കലും ഹോസ്പിറ്റൽ മേഖലയെ ഒരു ബിസിനസ്സായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ എന്നാൽ തന്നെയും വളർന്നു വരുന്ന ഫ്ലക്സ് ബോർഡുകളും പോസ്റ്ററുകളും കോടികൾ മുടക്കിയുള്ള പരസ്യങ്ങളും കാണുമ്പോൾ അത് ഒരു ബിസിനസ് ആണെന്ന് പറയേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അവിടെയും നിങ്ങൾ നോക്കി അറിയാം, കേരളത്തിലെ 100 ആശുപത്രി എടുത്താൽ അതിൽ 90% ആശുപത്രിയുടെ ഉടമസ്ഥർ ഡോക്ടർമാരായിരിക്കില്ല, ബിസിനസ് ഓണേഴ്സ് ആണ്. അവരുടെ വിദ്യാഭ്യാസം ഒരുപക്ഷെ ശരാശരിയിലും താഴെയുള്ളവരും ഗ്രാജുവേഷൻ പോലും പാസ്സാകാത്ത ആൾക്കാരും കേരളത്തിൽ ഇഷ്ടംപോലെ വ്യവസായ സ്ഥാപനങ്ങൾ പോലെ ആശുപത്രികൾ നടത്താറുണ്ട്. എന്നാൽ വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് ഡിഗ്രി എടുത്ത്, മെഡിക്കൽ ഡിഗ്രി എടുത്ത് 5, 10 വർഷമൊക്കെ പ്രാക്ടീസ് ചെയ്ത ഡോക്ടേഴ്സാണ് അവിടെ ജോലി ചെയ്യുന്നത്. അവരവിടെ ഒരു കരിയറാണ്, പ്രൊഫഷനാണ് ചെയ്യുന്നത്. അതിന്റെ ഡിഗ്നിറ്റി അവരുടെ മുമ്പോട്ട് പോക്കിന് ആക്കം കൂട്ടുകയും അവർക്കൊരു കോൺഫിഡൻസ് തരികയും ഒരുപക്ഷെ അവരുടെ സഹോദരങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും വരെ എൻ്റെ മകൻ അല്ലെ മകൾ ഡോക്ടറാണ് എന്ന് പറയുമ്പം ആത്മാഭിമാനം ഉണ്ടാകുകയും ചെയ്യുമെങ്കിലും അങ്ങനെയുള്ള 10, 20, 50 ഡോക്ടേഴ്സിനെ വെച്ച് ജോലി ചെയ്യിക്കുന്ന ബിസിനസ്സുകാരൻ ഉണ്ടാക്കുന്ന പ്രോഫിറ്റ് വളരെ വലുതാണ്. ഞാൻ പറഞ്ഞത്, എപ്പോഴും ഒരു ജോലിയും ബിസിനസ്സും തമ്മിൽ അജഗജാന്തരമായ ഒരു വലിയ വ്യത്യാസമുണ്ട് എന്നുള്ളത് എന്നെ കേൾക്കുന്ന ബഹുമാനരായ എല്ലാവരും മനസ്സിലാക്കാം. നമ്മൾ ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് വന്നിട്ടുള്ളതും ഒരു ബിസിനസ് ചെയ്യാനാണ്, അല്ലെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണ്. സ്വാഭാവികമായിട്ടും ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ എല്ലാവരും ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം, പൊതുവെ ആദ്യം ആലോചിക്കുക എന്ത് ലാഭം കിട്ടും എന്നുള്ളതാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ള, ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ ഒരിക്കലും ലാഭത്തെക്കുറിച്ച് ആലോചിക്കുന്നതിനേക്കാൾ മുമ്പ് മുടക്ക് മുതൽ തിരിച്ചു കിട്ടുമോ ഇല്ലയോ എന്നുള്ളതാണ് ഒന്നാമത്തെ ചിന്ത. രണ്ടാമത്തെ ചിന്തയാണ് ലാഭത്തിലേക്ക് ചെല്ലേണ്ടതുള്ളൂ. ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ബിസിനസ് കേൾക്കുന്ന ഏതൊരാൾക്കും ഇതേ ഒരു ബിസിനസ് എന്ന അയാളുടെ ഒരുപക്ഷെ വളരെ കാലപ്പഴക്കം ചെന്ന 15 കൊല്ലോ 20 കൊല്ലോ 30 കൊല്ലോ പഴയ ഒരു മാനസികാവസ്ഥയിലൂടെ അയാൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ബിസിനസ്സിനെ വിലയിരുത്തുമ്പോൾ, പണ്ട് കാലത്തൊക്കെ ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഭൂമി വേണം, തൊഴിലാളി വേണം, മൂലധനം വേണം. വലിയ കടമുറികളും ഫർണിഷ് ചെയ്ത കടമുറികൾ, ലൈറ്റ്, വിധാനങ്ങൾ, മറ്റ് കൊടി തോരണങ്ങൾ, സംവിധാനങ്ങളൊക്കെ വെച്ച് കോടികളുടെയും ലക്ഷങ്ങളുടെയും സ്റ്റോക്ക് വെച്ച് 50, 100 സ്റ്റാഫുകളെ വെച്ച് വലിയ പരസ്യം ചെയ്ത് പഞ്ചായത്ത്, മുനിസിപ്പൽ ലൈസൻസുകളൊക്കെ ആവശ്യമുള്ളതൊക്കെ എടുത്ത്, ഫുഡ് സേഫ്റ്റി ആണെങ്കിൽ അതിൻ്റെ ലൈസൻസ് ഒക്കെ എടുത്ത് വലിയ കോടികൾ മുടക്കി കച്ചവട സ്ഥാപനങ്ങൾ നടത്തുന്ന ആളുകൾ മാത്രമേ വലിയ ബിസിനസ്സുകാരായി ഉള്ളൂ എന്ന ഒരു പഴഞ്ചൻ ധാരണ ഇന്നും വെച്ച് പുലർത്തുന്ന ധാരാളം ആളുകളെ നമ്മുടെ സമൂഹത്തിൽ കാണാൻ പറ്റും. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായി
2000-ന് ശേഷവും, പ്രധാനമായും പറഞ്ഞ 2010-നും 2020-നും ശേഷമൊക്കെ വന്ന ഇന്നത്തെ ഏറ്റവും വലിയ കോടീശ്വരന്മാരെ എടുത്തു നോക്കിയാൽ, അതിലൊരു 10 വ്യവസായികൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്കറിയാം 5-ൽ കൂടുതൽ ആളുകളും ഈ ലാൻഡ് ലേബർ ക്യാപിറ്റൽ സിദ്ധാന്തത്തിൽ വിശ്വസിച്ചവരോ അതിലൂടെ നേടിയവരോ അല്ല. പകരം ട്രേഡ് വിത്ത് ടെക്നോളജി, ഇന്നത്തെ കാലഘട്ടത്തിന്റെ വ്യവസായവും ഇന്നത്തെ കാലഘട്ടത്തിന്റെ ആവശ്യവും ഉപയോഗിച്ച് വളർന്ന ആൾക്കാരാണെന്ന് മനസ്സിലാക്കാം. അത് നിങ്ങൾ ഫേസ്ബുക്കുകാരെ നോക്കിയാലും, യൂബറുകാരെ നോക്കിയാലും, ഓലക്കാരെ നോക്കിയാലും, ബാക്കി ഏത് സോഷ്യൽ മീഡിയ, ഇപ്പൊ സ്വിഗ്ഗി ഉണ്ട്, സൊമാറ്റോ ഉണ്ട്, അങ്ങനെ ഏത് ബിസിനസ്സുകാരെ നിങ്ങൾ നോക്കിയാലും കാണാം ഇവരൊന്നും ലക്ഷങ്ങൾ പോലും ഇൻവെസ്റ്റ് ചെയ്യാതെ തങ്ങളുടെ പ്രസ്ഥാനം തുടങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ബിസിനസ് മുമ്പോട്ട് വെക്കുന്നത് ബിസിനസിന്റെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ ഒന്നായ മാൻ പവർ മൾട്ടിപ്ലിക്കേഷൻ, മനുഷ്യ പ്രയത്നത്തിന്റെ ഇരട്ടിക്കലിന്റെ ശക്തി. ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ കാണുന്ന എത്ര വലിയ ഗ്രൂപ്പിനെ എടുത്ത് നോക്കിയാലും, RP ഗ്രൂപ്പിനെ നോക്കിയാലും, ലുലു ഗ്രൂപ്പിനെ നോക്കിയാലും, അംബാനി റിലയൻസ് മാളിൽ അല്ല റിലയൻസ് ഗ്രൂപ്പിനെ നോക്കിയാലും ഒക്കെ കാണാൻ കഴിയുന്ന ഒരു കാര്യം, ഇവിടെയൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാരിന്ന് ജോലി ചെയ്യുന്നുണ്ട്. ഈ ആളുകളുടെ പ്രവൃത്തി മണിക്കൂർ സംഘടിപ്പിക്കാനും സംയോജിപ്പിക്കാനും ആ പ്രവൃത്തി മണിക്കൂറിലൂടെ വലിയ ടേൺ ഓവർ ക്രിയേറ്റ് ചെയ്യാനും കഴിയുന്ന സാമ്പത്തിക ബുദ്ധിശക്തിയും സാമ്പത്തിക വൈദഗ്ധ്യവുമുള്ള, എന്നാൽ അക്കാഡമിക് ലിറ്ററസി, സ്കൂൾ വിദ്യാഭ്യാസം നന്നേ കുറവുള്ള ആളുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ വരെ ഇന്ന് ഇന്ത്യയിൽ ആയിരക്കണക്കിന് കോടി ടേൺ ഓവറുള്ള പ്രസ്ഥാനങ്ങളായി വളർന്നു കഴിഞ്ഞു. അപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ബിസിനസിന്റെ ഹിസ്റ്ററിയെ കുറിച്ച് പറയുന്നതിന് മുമ്പ്, ഡയറക്റ്റ് സെല്ലിംഗ് എന്ന ബിസിനസ് നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഓഫർ കൂടുതൽ വർക്കിംഗ് അവറിലൂടെ കൂടുതൽ ടേൺ ഓവറും പ്രോഫിറ്റും ഉണ്ടാക്കലാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ് ഇന്ത്യയിൽ എങ്ങനെ എന്ന് ചോദിച്ചാൽ, ഞാൻ നിങ്ങളെ ആദ്യം തന്നെ ഒരു വാർത്ത കാണിച്ചിരുന്നു. 2014 തന്നെ ഫിക്കിയുടെ മീറ്റിംഗിൽ ഡയറക്റ്റ് സെല്ലിങ്ങിനെ അവർ വിശേഷിപ്പിച്ചത് ഡയറക്റ്റ് സെല്ലിംഗ് ഗ്ലോബൽ ഇൻഡസ്ട്രി എംപവറിംഗ് മില്യൺസ് ഇൻ ഇന്ത്യ എന്ന, ഇന്ത്യയിലെ ദശലക്ഷക്കണക്കിന് ആളുകളെ ആവേശഭരിതമാക്കാൻ പറ്റുന്ന ആഗോള വ്യവസായം 2014 തന്നെ പറഞ്ഞതാ. ഇത് കൂടാതെ 2016 സെപ്റ്റംബറിൽ കേന്ദ്ര സർക്കാർ ഡയറക്റ്റ് സെല്ലിങ്ങിന് വേണ്ടി മാത്രം ഗൈഡ് ലൈൻ ഇറക്കുകയും അതാത് സംസ്ഥാന സർക്കാരുകൾക്ക് ഡയറക്റ്റ് സെല്ലിങ്ങിനെ മോണിറ്റർ ചെയ്യാൻ ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ ഉണ്ടാക്കി ഈ ഇൻഡസ്ട്രിയെ പരിപോഷിപ്പിക്കാൻ വേണ്ട എല്ലാ അധികാരങ്ങളും സഹായങ്ങളും കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുകയും അതിനെ പിൻപറ്റി 2015 ജൂലൈ 29 കേരള സർക്കാരും തുടർന്ന് രാജസ്ഥാൻ അടക്കം തമിഴ്നാട് അടക്കമുള്ള പല സംസ്ഥാനങ്ങളും ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിനെ ഇന്ന് അവരുടെ നാട്ടിലെ ആ സംസ്ഥാനത്തിന്റെ പ്രധാന വരുമാന മാർഗങ്ങളിൽ മുൻഗണന കിട്ടുന്ന മേഖലകളായി പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു. അതിനുവേണ്ട പരിശീലനങ്ങളും സപ്പോർട്ടുകളും എല്ലാം ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളിലും ബിസിനസ്സിനുണ്ട്. കേരളത്തിലാണ് വിവിധ ട്രേഡ് യൂണിയനുകൾ അവരുടെ പ്രവർത്തനം കഴിഞ്ഞ 10 വർഷത്തിലേറെയായി ശക്തിപ്പെടുത്തി കഴിഞ്ഞു. വിവിധ ട്രേഡ് യൂണിയനുകൾ അവരുടെ അംഗസംഖ്യ കൂട്ടാനും പ്രവർത്തന ബലം കൂട്ടാനും ട്രേഡ് യൂണിയനുകൾ ഇവിടെ എന്താ പറയണ്ടേ ശക്തമായ പ്രവർത്തനവും സംഘടനാ ചട്ടക്കൂടിൽ നിന്ന് വരെ മുമ്പോട്ട് പോയി കഴിഞ്ഞു. അങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും നമ്മുടെ ബിസിനസ്സിൽ നമ്മുടെ വ്യക്തിപരമായ ജീവിത മുന്നേറ്റത്തിനും ഡയറക്റ്റ് സെല്ലിംഗ് നൽകുന്ന കോൺട്രിബ്യൂഷൻ ചെറുതല്ല എന്ന് രാജ്യത്തെ എല്ലാ പ്രധാനപ്പെട്ട ഭരണ നേതൃത്വങ്ങൾക്കും തിരിച്ചറിയാൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡയറക്റ്റ് സെല്ലിംഗ് ബിസിനസ്സിൽ ഏതൊരാളും മുമ്പോട്ട് പോകുന്ന സമയത്ത് അയാളെ സംബന്ധിച്ച്, അതായത് ഞാൻ 2014 ഡയറക്റ്റ് സെല്ലിംഗ് മൈലേജ് സ്റ്റീൽ കമ്പനിയിൽ വന്നു. അതിനു മുമ്പ് തന്നെ ഒരു സത്യം ഞാൻ മനസ്സിലാക്കിയതിന് ശേഷമാണ് ഈ ബിസിനസ് എൻ്റെ കരിയർ ആക്കാം എന്ന് ഞാൻ തീരുമാനിച്ചത്. ആ സത്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ, ലോകത്ത് ഏറ്റവും കൂടുതൽ വിറ്റുപോയ ഒരു സാമ്പത്തിക ശാസ്ത്ര സംബന്ധിയായ പുസ്തകമായ റിച്ച് ഡാഡ് പുവർ ഡാഡ്, ബിസിനസ് സ്കൂൾ തുടങ്ങി കുറേ പുസ്തകങ്ങൾ എഴുതി, അതായത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരൻ വാങ്ങിച്ച് വായിച്ച ഒരു സാമ്പത്തിക ശാസ്ത്ര പുസ്തകം, അതാണ് റിച്ച് ഡാഡ് പുവർ ഡാഡ്. ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരനായ റോബർട്ട് കിയോസാക്കി എന്ന ജാപ്പനീസ് എക്കണോമിസ്റ്റ്, അദ്ദേഹം എന്താ പറയണ്ട അമേരിക്കൻ ഭരണകർത്താക്കളുടെ വരെ സാമ്പത്തിക ഉപദേഷ്ടാവായിട്ട് ജോലി ചെയ്ത മനുഷ്യനാണ്. അദ്ദേഹം പണം ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ ആളുകളെ 4ആയി തരംതിരിക്കുകയുണ്ടായി. ഞാൻ ആ സ്ലൈഡ് നിങ്ങളുടെ മുമ്പിൽ വീണ്ടും ഷെയർ ചെയ്യാം. 4ആയി തരംതിരിക്കുകയുണ്ടായി. അത് ESBI എന്നാണ്. എംപ്ലോയി, ഇ സ്റ്റാൻഡ്സ് ഫോർ എംപ്ലോയി, എസ് ഫോർ സെൽഫ് എംപ്ലോയി, ബി ഫോർ ബിസിനസ്സുകാരൻ, I ഫോർ ഇൻവെസ്റ്റർ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയലിസ്റ്റ്, എങ്ങനെ വേണം എടുക്കാം. ഇതിൽ ഇ എന്നാൽ എംപ്ലോയി ആണ്. നമ്മുടെ നാട്ടിലെ 90% അല്ലെങ്കിൽ വരുന്ന ആൾക്കാരാണ് എംപ്ലോയികൾ. 8 മണിക്കൂറോ 10 മണിക്കൂറോ 12 മണിക്കൂറോ ജോലി ചെയ്യുന്ന എല്ലാവരും എംപ്ലോയി പെടും. 2 സെൽഫ് എംപ്ലോയി, ഉദാഹരണം പറഞ്ഞാൽ ഒരു കരിയറായി ഡെവലപ്പ് ചെയ്യുന്ന ഡോക്ടർ, എഞ്ചിനീയർ, വക്കീൽ, കൃഷിക്കാരൻ, ഒരു അധ്യാപകൻ, ഒരു സ്കൂൾ ടീച്ചർ, ഇവരെല്ലാം വരുന്നത് എന്താണ് സെൽഫ് എംപ്ലോയിലാണ്.
ഇനി മൂന്നാമത്തെ ആള്, അല്ലെങ്കിൽ ഒരു ട്യൂഷൻ സെന്റർ നടത്തുന്നു, ഒരു 10, 20, 50 പിള്ളേർക്ക് ട്യൂഷൻ കൊടുക്കുന്ന ആളൊക്കെ വരുന്നത് സെൽഫ് എംപ്ലോയിലാണ്. മൂന്നാമത്തെ ആള് ബിസിനസ്സുകാരനാണ്. 20, 30, 40 ആൾക്കാരെ വെച്ച് ചെറുകിട ഷോപ്പുകൾ, കടകള്, ഷോറൂമുകളൊക്കെ നടത്തുന്ന ആൾക്കാരാണ് ബിസിനസ്സുകാരൻ. നാലാമത്തെ ആൾക്കാർ വ്യവസായികൾ, ആയിരക്കണക്കിന് ആൾക്കാരെ വെച്ച് ജോലി ചെയ്യിക്കുന്നവർ, അല്ലെങ്കിൽ നിക്ഷേപകർ എന്ന് വിളിക്കാം. അവരായിട്ട് ജോലിയൊന്നും ചെയ്യില്ല, അവരുടെ പണം അവർക്ക് വേണ്ടി പണിയെടുക്കും. ഇങ്ങനെ 4 രീതിപ്പെടുന്ന ആൾക്കാരെ കൊണ്ട് ലോകം നിറഞ്ഞിരിക്കുന്നു പണം ഉണ്ടാക്കുന്നതിന്റെ അടിസ്ഥാനത്തിൽ. ഇന്ന് 4ലും പെടാത്ത ആൾക്കാർ ഭൗതിക ജീവിതത്തിൽ ആരുമില്ല. ആത്മീയ ജീവിതത്തിൽ സന്യാസിമാരെ പോലുള്ള ആൾക്കാരൊക്കെ ഇത് 4ലും പെടത്തില്ല. എന്നെ നിങ്ങളെ പോലെയുള്ള സാധാരണ ഭൗതിക ജീവിതം, കുടുംബജീവിതം ഒക്കെ നയിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ 4 ഏതെങ്കിലും ഒന്നിൽ പെടും. ഇതിൽ ഈ 4 കൂട്ടരും കൂടെ ഉള്ള പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, ഈ എംപ്ലോയിയുടെ പ്രത്യേകത, എംപ്ലോയി മിനിമം 8, 10, 12 മണിക്കൂറായിരിക്കും പരമാവധി ജോലി ചെയ്യാൻ പറ്റുക. അതിന്റെ ഒരു പൈസ അയാൾക്ക് മാസം കിട്ടുന്നു. അവിടെ അയാൾ ഒറ്റയ്ക്ക് ഉണ്ടാക്കുന്ന പ്രവൃത്തി മണിക്കൂറിന്റെ പൈസ മാത്രമേ അയാൾക്ക് കിട്ടാറുള്ളൂ, അത് കൂടുതൽ കിട്ടാറില്ല. സെൽഫ് എംപ്ലോയിയുടെ പ്രത്യേകത, അയാളും ഒരു പക്ഷേ ഒരു 2, 3 ആൾക്കാർ ജോലി ചെയ്താൽ കിട്ടാവുന്ന പരമാവധി വരുമാനമായിരിക്കും അയാൾക്ക് കിട്ടുക. ഇനി ഒരു ബിസിനസ് ഓണറെ നോക്കിയാൽ, ഒരു 50 സ്റ്റാഫിനെ വെച്ച് ജോലി ചെയ്യിക്കുന്ന ഒരു ബൈക്കിന്റെയോ കാറിന്റെയോ ഷോറൂംകാരനെ നോക്കിയാൽ, അയാൾ 50 സ്റ്റാഫ് 8 മണിക്കൂർ വെച്ച് ജോലി ചെയ്യുമ്പോൾ ഒരു ദിവസം ശരാശരി 400 മണിക്കൂറിന്റെ വരുമാനം അയാൾക്ക് കിട്ടുന്നു. അത് മിക്കവാറും 5 ലക്ഷമോ 10 ലക്ഷമോ ഒക്കെ മാസം കൂടാറുണ്ട്, അതൊക്കെ മേളിൽ പോവാറുമുണ്ട്. ഇനി വ്യവസായികളെ നോക്കിയാൽ, ആയിരക്കണക്കിന് ആൾക്കാർ 8 മണിക്കൂർ വെച്ച് ജോലി ചെയ്യുമ്പോൾ അതിലൂടെ ഉണ്ടാകുന്ന വരുമാനം വളരെ വലിയ വരുമാനമായി കാണാറുണ്ട്. അപ്പൊ റോബർട്ട് കിയോസാക്കി പറഞ്ഞു നിർത്തുന്ന പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ലോക ജനസംഖ്യയിൽ 95% ആൾക്കാർ എംപ്ലോയി, സെൽഫ് എംപ്ലോയി കാറ്റഗറി വരുന്ന ആൾക്കാരാണ്. അതായത് E&Sൽ വരുന്നവരാണ് 95% ആൾക്കാർ. ബാക്കി 5% ആൾക്കാർ മാത്രമാണ് ബിസിനസ്സുകാരും ഇൻവെസ്റ്റേഴ്സുമായിട്ടുള്ളത്. ഈ ES ആൾക്കാരായ 95% ആൾക്കാർക്കും കൂടി ലോകത്ത് ജീവിക്കാനുള്ളത് 5% പണവും, ശ്രദ്ധിച്ച് കേൾക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ലോകം നേരിടുന്ന ഏറ്റവും വലിയ സാമ്പത്തിക അസ്ഥിരതയുടെ അടിസ്ഥാനകരമായ സാമ്പത്തിക ശാസ്ത്ര സംബന്ധിയായ കാരണമാണ് നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് ലോകത്താകമാനം എടുത്താൽ എംപ്ലോയി, സെൽഫ് എംപ്ലോയി ആയുള്ളത് 100ൽ 95% ആൾക്കാരും 5% ആൾക്കാർ ബിസിനസ്സുകാരും വ്യവസായികളുമായ എണ്ണത്തിൽ വളരെ ചുരുങ്ങിയ ശതമാനമാണെങ്കിലും, ലോകത്ത് പണം കൈകാര്യം ചെയ്യുന്നതിന്റെ അളവ് നോക്കിയാൽ ഈ എംപ്ലോയി, സെൽഫ് എംപ്ലോയിമാരുടെ കയ്യിൽ മൊത്തം ഉള്ളത് 5% പൈസയാണെങ്കിൽ, വ്യവസായികളുടെയും ബിസിനസ്സുകാരുടെയും കയ്യിലാണ് ബാക്കി 95% പൈസ ഇരിക്കുന്നത്. അതായത് നിങ്ങൾക്ക് സാമ്പത്തികമായി മെച്ചപ്പെട്ട ഒരാളാവണമെന്നുണ്ടെങ്കിൽ, പണം ജീവിതത്തിൽ നമുക്കൊരു പ്രശ്നമല്ലാത്ത സാഹചര്യത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, കുറെ ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്ന ഒരു നല്ല കരിയർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, രാഷ്ട്ര നിർമ്മാണത്തിന് കോൺട്രിബ്യൂഷൻ കൊടുക്കാൻ പറ്റുന്ന ഒരു നികുതിദായകനാണ് എന്ന് ആത്മാഭിമാനത്തോടെ നിങ്ങൾക്ക് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ക്വാഡ്രന്റ് ചേഞ്ച് ചെയ്യണം എന്നാണ് റോബർട്ട് കിയോസാക്കി പറഞ്ഞു വെക്കുന്നത്. ക്വാഡ്രന്റ് ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇയിലോ എസ്സിലോ നിൽക്കുന്നോ നിങ്ങൾ ബിയിലോട്ട് മാറണം. ഐയിലോട്ട് പെട്ടെന്ന് മാറാൻ പറ്റില്ല. ഇയിലോ എസ്സിലോ നിൽക്കുന്ന നിങ്ങൾ, എംപ്ലോയിയോ സെൽഫ് എംപ്ലോയി ആയ നിങ്ങൾ, ഇവിടെ നിന്ന് എത്ര അഭ്യാസം കാണിച്ചാലും ഒരു പരിധി കൂടുതൽ പണം വരില്ല. സ്വാഭാവികമായി അത് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബിസിനസ് പ്രൊഫൈലിലോട്ട് മാറണം. ബിസിനസ്സിലോട്ട് മാറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കൂടുതൽ ആൾക്കാരുടെ പ്രവൃത്തി മണിക്കൂർ ഉപയോഗിക്കുക എന്നാണ് അർത്ഥം. ബിസിനസ്സിലേക്ക് മാറണമെങ്കിൽ സ്വാഭാവികമായി വലിയ പണം മുടക്ക് ആവശ്യമുണ്ടാവും. അങ്ങനെ വലിയ പണം മുടക്ക് ആവശ്യമില്ലാതെ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം പറഞ്ഞ് അവസാനിക്കുന്ന പേജ് ഇങ്ങനെയാണ്, ഞാൻ ആ പുസ്തകം വളരെ പ്രാവശ്യം വായിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരു പണവും കയ്യിലില്ലാതെ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ട്രൂ വെൽത്ത്, ശരിയായ സമ്പത്ത്, വൈറ്റ് മണി ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങളുടെ ക്വാഡ്രന്റ് ചേഞ്ച് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ, നിങ്ങൾ ഒരു നല്ല ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ തിരഞ്ഞെടുക്കുക. ഒരു സാധാരണക്കാരന് ലോകത്ത് കിട്ടാവുന്നതിൽ ക്വാഡ്രന്റ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല അവസരമാണ് യഥാർത്ഥ ഒരു ജെനുവൻ ഡയറക്ട് സെല്ലിംഗ് കമ്പനിയെ തിരഞ്ഞെടുക്കുക എന്നുള്ളത്. എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങളെല്ലാവരും, നിങ്ങൾ ഏത് മാനസികാവസ്ഥയിൽ ഞാൻ ഈ പറയുന്നതിനെ ചിന്തിച്ചാലും ശരി, എനിക്ക് ഉറപ്പ് പറയാൻ പറ്റും, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എടുത്തതിൽ ഏറ്റവും ശരിയായ തീരുമാനം മൈ ലൈഫ് സ്റ്റൈൽ എന്ന കമ്പനിയിലേക്ക് വന്നു എന്നുള്ളതാണ്. ഈ തീരുമാനം ശരിയാണ് എന്ന് തിരിച്ചറിയാൻ ബഹുമാനപ്പെട്ട നിങ്ങൾക്ക് 3 കൊല്ലമോ 4 കൊല്ലമോ എടുത്തേക്കാം. ആ 3 or 4 കൊല്ലം ഈ ബിസിനസ് നമ്മൾ സജീവമായി പ്രവർത്തിക്കണമെന്ന് മാത്രം. ഇത് തുടങ്ങി പ്രവർത്തിക്കാണ്ട് വെറുതെ ഇരുന്ന ഒരാളെ സംബന്ധിച്ച് 4ാമത്തെ വർഷം ഈ തീരുമാനം ശരിയാണെന്ന് തോന്നില്ല. ഇത് നല്ല ഒരു ബിസിനസ്. മറിച്ച് ഇത് ശരിയാണെന്ന് തോന്നണമെങ്കിൽ നിങ്ങൾ ഈ ബിസിനസ്സിലേക്ക് എന്തിനു വന്നു എന്നുള്ളത്, എന്തുകൊണ്ട് മൈലേസിൽ ചെയ്തു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഒന്ന്,
എങ്ങനെയാണ് നമുക്കൊരു ജെനുവനായ നല്ല ഒരു ഡയറക്റ്റ് സെല്ലിംഗ് കമ്പനിയെ തിരിച്ചറിയാൻ കഴിയുക, എങ്ങനെയാണ് ഒരു കാര്യം ഈ ഡയറക്റ്റ് സെല്ലിംഗ് രംഗത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി, ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി നല്ലതാണെന്ന് പലർക്കും മനസ്സിലാവും, പക്ഷേ നല്ല കമ്പനികളെ തിരിച്ചറിയാനുള്ള എക്സ്പീരിയൻസ് പലർക്കും ഇല്ല. ഭാഗ്യം കൊണ്ട് നല്ല ശതമാനം ആൾക്കാർ മൈലേജ് സ്റ്റൈലിൽ ആദ്യം തന്നെ വരുന്നു. പക്ഷെ നിരവധി ആൾക്കാർ എനിക്ക് നേരിട്ടറിയാം, അവർ പലരും തെറ്റായ പല കമ്പനികളിലും പോയി സാമ്പത്തികവും അല്ലാതെയുമായ നഷ്ടങ്ങൾ ഉണ്ടായതിനു ശേഷം മനസ്സും അടുത്ത് മൈലേജ് സ്റ്റൈലിൽ വന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രതീക്ഷ നഷ്ടപ്പെട്ട് ഇതായിരുന്നു ഞാൻ ആദ്യം വരേണ്ടത് എന്ന കുറ്റബോധത്തോടെ വന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. ആദ്യം ഞാൻ വന്നത് തന്നെ ഇതിലാണല്ലോ എന്ന ചാരിതാർത്ഥ്യത്തോടും നന്ദിയോടും ദൈവത്തിന് കടപ്പാടോടും ദൈവത്തോട് നന്ദി പറഞ്ഞിട്ടും വരുന്ന ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അപ്പൊ എന്നെ കേൾക്കുന്ന ഇപ്പൊ ഈ സൂമിൽ മാത്രം ഇരിക്കുന്ന 1000 പേരുണ്ടാവും. ഈ 1000 പേരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ എടുത്ത തീരുമാനം ശരിയാണ്. അറിഞ്ഞോ അറിയാതെയോ ഒരു നല്ല കമ്പനിയിൽ വരാൻ കഴിയുക എന്നുള്ളത് വളരെ വലിയൊരു ഭാഗ്യമാണ്. നിങ്ങളുടെ ഫസ്റ്റ് കമ്പനി തന്നെ ആ തരത്തിൽ നല്ല ഒരു കമ്പനിയാണ് എന്നുള്ളത് വളരെ സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. ഇനി എങ്ങനെയാണ് നല്ലൊരു കമ്പനി നമുക്ക് തിരിച്ചറിയാം? ഒന്ന്, കാര്യം നമ്മളൊക്കെ ഒരു പക്ഷെ നമ്മളൊരു വീട് വെക്കാൻ പോകുന്നെങ്കിൽ, നമുക്കൊരു വലിയ അളവിൽ തടി വേണമെങ്കിൽ നമ്മളൊരു കാർപ്പൻറ്ററേയും കൊണ്ടുപോയായിരിക്കും തടി എടുക്കുക. നിങ്ങളൊരു യൂസ്ഡ് കാർ വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളൊരു നല്ല മെക്കാനിക്കിനെയും കൊണ്ടുപോയിട്ടായിരിക്കും വാങ്ങിക്കുക. മീൻസ് ആ മേഖലയിൽ ഒരു എക്സ്പേർട്ടിനെ നമുക്ക് ആവശ്യമാണ്. ഡയറക്റ്റ് സെല്ലിങ്ങിൽ അങ്ങനെ ഒരു എക്സ്പേർട്ട് ഇല്ലാഞ്ഞിട്ട് കൂടി നല്ല കമ്പനിയിലേക്ക് നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഭാഗ്യമാണ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പം ഒരു കമ്പനിയെ സെലക്ട് ചെയ്യുമ്പോൾ ഒന്ന്, നല്ല ആ കമ്പനിയുടെ പ്രൊഫൈൽ നമ്മൾ ശ്രദ്ധിക്കണം. നല്ല പ്രൊഫൈലുള്ള കമ്പനി ആയിരിക്കണം. 2, അവരുടെ പ്രോഡക്റ്റ് ഒരു ഓപ്പർച്യൂണിറ്റി സഹായം ഇല്ലാതെ തന്നെ പ്രോഡക്റ്റിന്റെ ഗുണനിലവാരം വെച്ച് വിറ്റഴിക്കാനും വീണ്ടും വാങ്ങി ഉപയോഗിക്കാൻ ആൾക്കാരെ പ്രേരിപ്പിക്കുന്നതും ആകണം. 3, ആ കമ്പനിയുടെ വരുമാനം തരാൻ പറ്റുന്ന കോമ്പൻസേഷൻ പ്ലാൻ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് അവരുടെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ നല്ല വരുമാനം കൊടുക്കാൻ പറ്റുന്നതായിരിക്കണം. 4, അവരുടെ ബിസിനസ് എഡ്യൂക്കേഷൻ പ്രോപ്പർ ആയിരിക്കണം. പുതുതായി കടന്നു വരുന്ന ഒരു വ്യക്തിയെ എന്താണ് ഈ ബിസിനസ്സിൽ വിജയിക്കാൻ ചെയ്യേണ്ടതെന്ന് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ ഒരു സിസ്റ്റം ഉണ്ടാവണം. 6, ആ കമ്പനിയുടെ മൊത്തത്തിലുള്ള മാർക്കറ്റിംഗ് സിസ്റ്റം പ്രോപ്പർ ആയിരിക്കണം, അല്ലെങ്കിൽ പക്കയായിരിക്കണം. 5. ഇങ്ങനെ 5 പോയിന്റുകളും ഒരുപോലെ വരുന്ന, അതായത് നമ്മുടെ പ്രൊഫൈൽ ഓഫ് ദ കമ്പനി എന്ന് എളുപ്പത്തിൽ പറഞ്ഞാൽ 2013 ഡൽഹിയിൽ സ്റ്റാർട്ട് ചെയ്ത ഈ കമ്പനി ഇന്ന് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഔട്ട്ലെറ്റുകളും ഫ്രാഞ്ചൈസികളുമായി 10,000-ത്തിനടുത്ത് ഔട്ട്ലെറ്റുകളുള്ള കമ്പനിയായിട്ട് വളർന്നു. എല്ലാ ജില്ലകളിലും 1 രൂപ പോലും കൊടുക്കാണ്ട് നടത്താൻ പറ്റുന്ന മീറ്റിംഗ് സെന്ററുകളുണ്ട്. ഈ ബിസിനസ് കേൾപ്പിക്കാൻ ഒരാളെ കൃത്യമായി പരിശീലനം ഓൺലൈനിലും ഓഫ്ലൈനിലും കൊടുക്കുന്നു. 2, നമ്മുടെ പ്രോഡക്റ്റുകൾ ആയുഷ് പ്രീമിയം സർട്ടിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ അടക്കം 100-ലേറെ പ്രോഡക്റ്റുകൾ 2-3 വർഷം എക്സ്പയറി ഉള്ള ഉന്നത ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ നമ്മൾ വിൽക്കുന്നുണ്ട്. നല്ല പ്രോഫിറ്റ് അതിന് നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. 3, ബെസ്റ്റ് കോമ്പൻസേഷൻ പ്ലാനാണ്. ഏറ്റവും മിനിമം ഇൻകം 450 രൂപ മുതൽ 2,10,000 വരെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കോമ്പൻസേഷൻ പ്ലാൻ. ബിസിനസ് എഡ്യൂക്കേഷന് വേണ്ടി മാത്രം ഹാർവസ്റ്റ് സക്സസ് അക്കാഡമി അടക്കമുള്ള എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോമുകൾ നമുക്കുണ്ട്. 5, ശക്തമായ മാർക്കറ്റിംഗ് സിസ്റ്റം. എല്ലാ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളിലും റീജിയണൽ ഓഫീസ്, റീജിയണൽ മാനേജർമാരുടെ കൂടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ ശക്തമായ മാർക്കറ്റിംഗ് ടീം. അങ്ങനെ എല്ലാം കൊണ്ടും നമ്മൾ എടുത്തതിൽ ഏറ്റവും നല്ല തീരുമാനമാണ് ഈ ബിസിനസ് തുടങ്ങുക എന്നുള്ളത്. ഇനി നമ്മുടെ കമ്പനിയെ കുറിച്ച് വളരെ ചുരുക്കി എന്ന് പറഞ്ഞാൽ, നമ്മുടെ കമ്പനി ഡൽഹി ആസ്ഥാനമായി സ്റ്റാർട്ട് ചെയ്തു. മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും കമ്പനിക്ക് റീജിയണൽ ഓഫീസുകളായി. മുംബൈ, കൊൽക്കത്ത, ആസാം, കൊച്ചി ഒക്കെ നമുക്ക് റീജിയണൽ ഓഫീസുകളായി. 2013 ഓഗസ്റ്റ് 14 നമ്മൾ ഡൽഹി ആസ്ഥാനമായി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ ഏതാണ്ട് 700-ലേറെ, 600 എന്നുള്ളത് എനിക്ക് തോന്നുന്നു പഴയ കണക്കാൻ തോന്നുന്നു, 700-800 ഫ്രാഞ്ചൈസികൾ നമുക്ക് എല്ലായിടത്തും ആയി കഴിഞ്ഞു. ISO 9000-2008 സർട്ടിഫൈഡ് കമ്പനിയാണ്. ഫിക്കിയിൽ മെമ്പറാണ്, FDSA മെമ്പറാണ്. സ്കിൽ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 10,000-ലേറെ ആൾക്കാർക്ക് സ്കിൽ ഇന്ത്യയുടെ സർട്ടിഫൈഡ് ഇൻഡിവിജ്വൽ സെയിൽസ് പേഴ്സൺ എന്ന പേരിൽ, ISP എന്ന പേരിൽ ഒരു എക്സാമിനേഷൻ അടക്കം നടത്തി അതിന്റെ സർട്ടിഫിക്കറ്റ് കൊടുത്ത കമ്പനിയാണ്. ഇന്ത്യയിൽ ഏറ്റവും നല്ല ഹെൽത്ത് കെയർ ബ്രാൻഡുള്ള അവാർഡ് 2019, 2022 ഒക്കെ വാങ്ങി ടൈംസ് ഓഫ് ഇന്ത്യയുടെ അവാർഡ് വാങ്ങിയ കമ്പനി. ഓൺ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ്, അതുപോലെ തന്നെ ഓൺ എഡ്യൂക്കേഷൻ സിസ്റ്റം ഉണ്ട്. ആയുഷ് പ്രീമിയം പ്രോഡക്റ്റുകൾ 22, ഇപ്പോൾ 23, 24 പ്രോഡക്റ്റുകൾ ആയുഷ് പ്രീമിയം ആയി. ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും വലിയ കമ്പനി എന്ന നിലയ്ക്ക് മൈലേജ് സ്റ്റൈൽ വളർന്നു കഴിഞ്ഞു. ഇന്റർനാഷണൽ ഓപ്പറേഷൻ നമ്മൾ വളരെ അടുത്ത് തന്നെ, ഒരുപക്ഷെ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ നമ്മളിപ്പോൾ ഇന്റർനാഷണൽ ഓപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താണ്. ഇനി പ്രധാനമായും 4-5 ബ്രാൻഡുകൾ നമുക്കുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ നമ്മുടെ പൈലറ്റ് ബ്രാൻഡ് എന്ന് പറയുന്നത് എലമെന്റ്സ് വെൽനസ് ആണ്. അത് കൂടാതെ ഓൺ ആൻഡ് ഓൺ, ആഹാർ, MI ഹോം, ന്യൂ സ്റ്റാർ, ഇന്ത്യാഗ്രോ എന്ന ബ്രാൻഡിൽ 100-ലേറെ ഉൽപ്പന്നങ്ങൾ നമ്മൾ വിറ്റഴിക്കുന്നു.
നമ്മുടെ സയന്റിസ്റ്റുകൾ ഡോക്ടർ DB അനന്തനാരായണ, ഇന്ന് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രതിഭാധനനായ, കഴിവ് തെളിയിച്ച, 10 വർഷത്തിലേറെ ഡാബറിലും ഹിന്ദുസ്ഥാൻ ലിവറിലും ഒക്കെ അവരുടെ ഗവേഷണ വിഭാഗം തലവനായിട്ട് ജോലി ചെയ്ത വ്യക്തി, കേന്ദ്ര ആയുഷ് കൗൺസിൽ വരെ അംഗമായിരുന്ന വ്യക്തി, ധാരാളം പുസ്തകങ്ങൾ ആയുർവേദത്തെ സംബന്ധിച്ചും എഴുതി കഴിഞ്ഞ് പ്രസിദ്ധീകരിച്ച വ്യക്തി. അപ്പൊ ഈ രംഗത്ത് ഒരു അവസാന വാക്ക് എന്ന് ആയുർവേദ രംഗത്തുള്ളവരും അതുപോലെ തന്നെ സയന്റിസ്റ്റുകളൊക്കെ തന്നെ വിശേഷിപ്പിക്കുന്ന ഒരു വലിയ എന്താ പറയണ്ടേ പ്രതിഭാധനനാണ് 2015 തൊട്ട് നമ്മുടെ ഗവേഷണത്തിന് ചുക്കാൻ പിടിക്കുന്നത് എന്നുള്ളത് നമുക്ക് തന്നെ അഭിമാനം തരുന്ന കാര്യമാണ്. അതുകൂടാതെ നമ്മുടെ പേഴ്സണൽ കെയർ പ്രൊഡക്റ്റുകൾക്ക് KC ഗവൺഡൻ എന്ന് പറഞ്ഞ 10-15 വർഷത്തിലേറെ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന്റെ R&D ഹെഡായിട്ട് വർക്ക് ചെയ്ത ആൾ അദ്ദേഹമാണ്, ഡോക്ടർ KC ഗവൺഡൻ. പിന്നെ നമ്മുടെ ചീഫ് കൺസൾട്ടന്റ് KK രാജേഷ് സാറ്. ഇങ്ങനെ ഇവരടങ്ങുന്ന ഒരു വലിയ നിര നമ്മളെ സംബന്ധിച്ച് നയിക്കാനുണ്ട്. ഇവരുടെ എക്സ്പീരിയൻസ് ആണ് നമ്മുടെ അസറ്റ് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. ഞാൻ പറയും, ലോകത്തെ ഏറ്റവും വലിയ സമ്പാദ്യം, അസറ്റ് എന്ന് പറയുന്ന എക്സ്പീരിയൻസ് ആണെന്ന് പറയും. ആ നിലയ്ക്ക് ഇവരുടെ എക്സ്പീരിയൻസ് നമ്മുടെ കുടുംബങ്ങളുടെ സാമ്പത്തിക ഭദ്രത വർദ്ധിപ്പിക്കാൻ കൂടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിജയം. ഇനി ഇത് കൂടാതെ എന്തൊക്കെയാണ് നമുക്ക് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഇവിടെ ചെയ്യേണ്ടത്, മീൻസ് ഇതിന്റെ ആക്ടിവിറ്റികൾ എന്തൊക്കെയാണ്? ആക്ടിവിറ്റികൾ, അതായത് ഇത് ഇപ്പൊ നമ്മൾ ഡയറക്ട് സെല്ലിംഗ് എന്താന്ന് പഠിച്ചു, മൈലേജ് സ്റ്റീൽ കമ്പനി എന്താന്ന് പഠിച്ചു, എന്തുകൊണ്ട് മൈലേജ് സ്റ്റീൽ ചെയ്യണമെന്ന് പഠിച്ചു, ഈ കമ്പനിയുടെ പ്രത്യേകത എന്തൊക്കെയാന്ന് പഠിച്ചു, നമ്മുടെ പ്രോഡക്റ്റ് കാറ്റഗറി പഠിച്ചു, R&D ആരൊക്കെയാന്നുള്ളത് പഠിച്ചു. ഇനി എന്താണ് ഈ ബിസിനസ്സിലൂടെ നമ്മൾ ചെയ്യേണ്ടത്? നമ്മളെ ഒരു ഡിസ്ട്രിബ്യൂട്ടറായി അപ്പോയിന്റ് ചെയ്തത് വഴി ഈ കമ്പനി എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. സ്വാഭാവികമായും ഡിസ്ട്രിബ്യൂട്ടർ എന്ന വാക്കിന്റെ മലയാള അർത്ഥം വിതരണക്കാരൻ എന്നാണ്. സാധാരണഗതി നമ്മൾ എടുക്കുന്ന പല ഡിസ്ട്രിബ്യൂഷിപ്പുകൾക്ക് ഒരു ഏരിയ ഉണ്ടാവും. ഞാൻ 2011 മുതൽ 2013 വരെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കമ്പനിയുടെ ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു, ആലപ്പുഴ ജില്ല ഡിസ്ട്രിബ്യൂട്ടറായിരുന്നു. അപ്പം അരൂര് മുതൽ, എറണാകുളത്തിനും ആലപ്പുഴയ്ക്കുടെയും ബോർഡർ ആയിട്ടുള്ള അരൂര് മുതൽ കായംകുളത്തിനപ്പുറത്ത് കൊല്ലത്തിന്റെ ബോർഡറായ കൃഷ്ണപുരം വരെയുള്ള എല്ലാ സ്ഥലങ്ങളിലും ആ കമ്പനിയുടെ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്തുകൊണ്ടിരുന്ന പണിയാണ് എൻ്റെത്. അപ്പോൾ ശരാശരി ഒരു 8 ലക്ഷം 10 ലക്ഷം രൂപയുടെ വരെ ഉൽപ്പന്നം ഒരു മാസം വിൽക്കുകയും അതിന്റെ 7% എനിക്ക് പ്രോഫിറ്റ് കിട്ടിയിരുന്നത്. അത് സൂക്ഷിക്കാൻ വേണ്ട ഗോഡൌൺ, ആ ഉൽപ്പന്നങ്ങൾ കൊണ്ടു നടക്കാൻ വേണ്ടിയിരുന്ന വണ്ടികൾ, അവിടെ ജോലി ചെയ്യാൻ വേണ്ടിയിരുന്ന സ്റ്റാഫ് ഒക്കെ ഞാൻ പണം കൊടുത്ത് വെക്കുകയും അവർക്ക് ശമ്പളം കൊടുത്ത് ഞാൻ നിർത്തുകയും അതിന് ശതമാനം എനിക്ക് 7% കമ്മീഷൻ കിട്ടുകയും ചെയ്തിരുന്നു. പക്ഷേ ആ ബിസിനസ് ക്ലോസ് ചെയ്യേണ്ടി വന്നു എന്നുള്ളത് ഞാൻ ആമുഖത്തിൽ പറഞ്ഞിരുന്നു. എന്നാൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസിന്റെ പ്രത്യേകത യാതൊരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന ബിസിനസ് ആണെന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എന്തൊക്കെയാണ് നമ്മുടെ ആക്ടിവിറ്റി? ഇവിടം തൊട്ട് അങ്ങോട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ഫീൽഡിൽ പ്രവർത്തിക്കേണ്ടതാണ് എന്ന് അഭ്യർത്ഥിക്കുന്നു. കാര്യം മാർക്കറ്റിംഗ് ക്ലാസ്സുകളിൽ നിന്ന് പഠിക്കാൻ പറ്റില്ല, മാർക്കറ്റിംഗ് തെരുവിൽ നിന്ന് പഠിക്കുന്നതാണ് നല്ലതെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതായത് പലർക്കും ഈ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ സെയിൽസ് എന്ന് പറയുന്നത് ഇച്ചിരി പാടുള്ള പണിയായിട്ടാണ് തോന്നുന്നത്. ഒരു സത്യം നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കണം, ലോകത്ത് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കുന്ന ആൾക്കാർ മുഴുവൻ സെയിൽസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണെന്ന് മനസ്സിലാക്കുക. ഒരിക്കലും ഒരു നല്ല ഉദ്യോഗസ്ഥൻ വലിയ കോടീശ്വരനായ ചരിത്രമൊന്നുമില്ല. ഒരിടത്തും 8, 10, 12 മണിക്കൂർ ജോലി ചെയ്തെന്നുള്ള കാരണം കൊണ്ട് ഒരു വ്യക്തിയും സാമ്പത്തികമായി ഒരു പരിധിക്കപ്പുറത്തേക്ക് എടുത്ത് ഉയർത്തപ്പെട്ടിട്ടില്ല. എന്നാൽ യാതൊരു ബാക്കപ്പും ഇല്ലാതെ, യാതൊരു സ്കൂൾ വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത പലരും വലിയ വ്യവസായികളും കോടീശ്വരന്മാരും ആയതിന്റെ പിന്നിൽ സെയിൽസ് എന്ന ഡിവൈൻ പ്രൊഫഷൻ, ദൈവികമായ കലയുണ്ട് എന്നത് വളരെ വലിയൊരു സത്യമാണ്. എന്നെ കേൾക്കുന്ന നിങ്ങളോടും എനിക്ക് പറയാനുള്ളത്, ഇവിടെ ആക്ടിവിറ്റി എന്താണെന്നുള്ളത് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അതെങ്ങനെ ചെയ്യണമെന്നുള്ളതടക്കം ഈ പരിമിതമായ സമയത്തിനുള്ളിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഫസ്റ്റ് നമ്മളൊരു ലിസ്റ്റ് എഴുതണം. ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ് എന്നാണ് ജോൺ കാലഞ്ച് എന്ന ബ്രിട്ടീഷ് സയന്റിസ്റ്റ്, ബ്രിട്ടീഷുകാരൻ പറഞ്ഞിട്ടുള്ളത്. ആരാണ് ജോൺ കാലഞ്ച്? ബീയിങ് ദ ബെസ്റ്റ് യു ക്യാൻ ബി ഇൻ MLM. വേണമെങ്കിൽ നിങ്ങൾക്കും ഡയറക്ട് സെല്ലിംഗ് ബിസിനസ്സിൽ വലിയ ആളാവാം. ഇങ്ങനെ ഒരു ബുക്ക് 1990 എഴുതിയ ഒരു ബ്രിട്ടീഷുകാരനാണ് ആര്? ജോൺ കാലഞ്ച്. ഡയറക്ട് സെല്ലിംഗിന്റെ ബൈബിൾ എന്ന പുസ്തകം അറിയപ്പെടുന്നു. ആ പുസ്തകത്തിന്റെ 1ാമത്തെ പേജിൽ പറയുന്നതാണ് ലിസ്റ്റ് ഫസ്റ്റ് മസ്റ്റ്. ഈ പണിക്ക് ഇറങ്ങുന്ന ആള് മനസ്സിലല്ലാതെ, മൊബൈലിലല്ലാതെ ഒരു ഡയറിയോ ഒരു ബുക്കോ എടുത്ത് നല്ലൊരു ലിസ്റ്റ് എഴുതുക. നമ്മുടെ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽക്കാരിൽ നമുക്കറിയാവുന്ന ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന എല്ലാവരും എഴുതുക. ലിസ്റ്റ് എഴുതുമ്പോൾ ഒരു അഭ്യർത്ഥന, മുൻവിധിയോടെ ലിസ്റ്റ് എഴുതരുത്. ഇപ്പം വരുമോ വരത്തില്ലയോ നിങ്ങൾ ഒരിക്കലും തീരുമാനിക്കരുത്, നിങ്ങൾ ലിസ്റ്റ് എഴുതുക. 2, ആ ലിസ്റ്റിൽ നിന്ന് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു 20 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക.
ഷോർട്ട് ലിസ്റ്റ് ചെയ്യാൻ എളുപ്പവഴി ഞാൻ പറയും. എൻ്റെ ഒരു വിശ്വാസം അനുസരിച്ചുള്ള എളുപ്പവഴിയാണ്, നിങ്ങൾക്കത് എന്ത് വേണം സ്വീകരിക്കാം. അതിങ്ങനെയാണ്: നമ്മുടെ ഷോർട്ട് ലിസ്റ്റിലുള്ള ആളുകൾക്കുള്ള യോഗ്യത, അവർ നമ്മളുടെ ഭവനങ്ങളിൽ, നമ്മുടെ വീടുകളിൽ വരുമ്പോൾ ഒരുപക്ഷെ നമ്മൾ നമ്മുടെ ബെഡ്റൂം വരെ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആൾക്കാർ, നമ്മുടെ കിച്ചൺ, അടുക്കള വരെ നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കുന്ന ആൾക്കാർ, ഇവരാണ് നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ. ഇവർക്കാണ് നമ്മുടെ ഹൃദയത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കുന്നത്. അവരെ വേണം ഈ ഷോർട്ട് ലിസ്റ്റിൽ ഏറ്റവും ആദ്യം എഴുതാൻ. അങ്ങനെ ഒരു 20 പേര് പേര് എഴുതുമ്പോൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി, ഇവൻ എൻ്റെ വീട്ടിൽ വന്ന് ഇവനെ ഞാൻ എവിടം വരെ സ്വാതന്ത്ര്യം കൊടുക്കും. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഏതാണ്ട് കറക്റ്റ് ആളെ കിട്ടും. അങ്ങനെ ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുക. 3, ആ ആളെ ഈ ബിസിനസ് മനസ്സിലാക്കിക്കുക. ബിസിനസ് മനസ്സിലാക്കാനുള്ള എളുപ്പമാർഗം 1, കേരളത്തിലെ എല്ലാ ജില്ലകളിലും നടക്കുന്ന മീറ്റിംഗ് സെന്ററുകളുണ്ട്, അവിടോട്ട് അവരെ കൊണ്ടുവന്നിരുത്തിയാൽ ഈ ബിസിനസ് കൂടെ വിജിച്ച ആൾക്കാർ അവരുടെ എക്സ്പീരിയൻസ് അടക്കം അവിടെ ഷെയർ ചെയ്യും. അതുവഴി നിങ്ങൾക്ക് ഈ പ്ലാൻ പ്രസന്റേഷൻ വഴി ബിസിനസ് മനസ്സിലാക്കാം. അവിടെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവും. സക്സസ് ആയ ആൾക്കാർ അവരുടെ ഇൻകം പ്രൂഫ് അടക്കം കാണിച്ച് ഒരു എക്സ്പീരിയൻസ് അവർ ഷെയർ ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങളുടെ പുതിയ പ്രോസ്പെക്റ്റിനെ ബിസിനസ് തുടങ്ങാൻ പ്രേരിപ്പിക്കും. അങ്ങനെ ബിസിനസ് കേൾക്കുന്ന ആൾക്ക് നിങ്ങളുടെ ആത്മവിശ്വാസം ഷെയർ ചെയ്തുകൊണ്ട് അയാളെ ശരിക്കും പറഞ്ഞാൽ 24 മണിക്കൂറിനകം ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരണമെന്ന് പറയാം. കാര്യം 24 മണിക്കൂർ കഴിഞ്ഞ് ഈ ബിസിനസ് അവരുടെ തലയിൽ ഇറങ്ങി പോകാൻ സാധ്യതയുണ്ട്. കാര്യം വെറും 1-2 മണിക്കൂർ കേട്ട ബിസിനസ്സിനേക്കാൾ വലിയ ജീവിത പ്രശ്നങ്ങളായി ഉഴറിക്കൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം അയാൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ബിസിനസിന്റെ ഒരു ചെറിയ പ്രസന്റേഷൻ ഒന്നും അയാളുടെ മാനസിക നിലയിൽ 24 മണിക്കൂറിൽ കൂടി തങ്ങി നിൽക്കില്ല. 5. അപ്പൊ അങ്ങനെ 24 മണിക്കൂറിന് അവരെ കണ്ട് നിങ്ങൾ ആത്മവിശ്വാസം പങ്കിട്ട് അവരെ ബിസിനസ് തുടങ്ങിക്കാൻ വേണ്ടി ലക്ഷങ്ങളും കോടികളുടെ ഒന്നും പ്രൊഡക്റ്റ് വാങ്ങിപ്പിക്കേണ്ട ആവശ്യമില്ല. നമുക്കുള്ള 100-ലേറെ പ്രൊഡക്റ്റിൽ ഒരു 10-15 പ്രൊഡക്റ്റ് ഒരു 5-10 പീസ് വെച്ച് വാങ്ങിക്കുക. ചിലപ്പോൾ ഒരു 22,500 ആവും, ചിലപ്പോൾ ഒരു 18,000 ആവും, ചിലപ്പോൾ ഒരു 28,000 ആവും, എത്രയാണോ അത്രയും. ആ പ്രൊഡക്റ്റുകളൊക്കെ ഒരു താൽക്കാലികമായ അറേഞ്ച്മെന്റ് മാത്രമാണ് എന്ന വിശ്വാസം അവർക്ക് കൊടുക്കുക. അല്ലാതെ ഈ പ്രൊഡക്റ്റുകൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ല. പകരം ഇത് വാങ്ങി 2-3 ആഴ്ച കൊണ്ട് ഈ ഉൽപ്പന്നം വിറ്റ് തീർത്താൽ 25,000 രൂപയുടെ പ്രൊഡക്റ്റ് വാങ്ങി വിറ്റാൽ ഏതാണ്ട് 30,000 രൂപയ്ക്ക് മേളിൽ 32,000-33,000 രൂപ അടുത്ത് വരെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഇതിനൊക്കെ ഒരു ബാധ്യതയാവില്ല എന്ന സത്യം നിങ്ങളാകുന്ന അയാളെ ഈ പ്ലാൻ പറയുന്ന അയാളുടെ ഏറ്റവും അടുത്ത ബന്ധുവോ സുഹൃത്തോ ഈ സത്യം പറയണം. അതല്ലാണ്ട് നമ്മുടെ കൂടെ ചിലപ്പോൾ ഒരു അപ്ലൈ ലീഡർ വരും. ആ അപ്ലൈ ലീഡർ ചെന്ന് എത്ര ആത്മവിശ്വാസത്തോടെ നിങ്ങളുടെ സുഹൃത്തിനോട് പറഞ്ഞാലും അതവിടെ എഫക്റ്റ് ആവത്തില്ല. അതിനെയാണ് ഫോളോ അപ്പ് ആൻഡ് സെയിൽസ് ക്ലോസിംഗ് എന്ന് പറയുന്നത്. അടുത്തത് NDOP അല്ല, ന്യൂ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഓറിയന്റേഷൻ പ്രോഗ്രാം. ഇപ്പം നിങ്ങൾ കേൾക്കുന്നത് പോലെയുള്ള FSS അല്ലെങ്കിൽ NDOP അല്ലെങ്കിൽ DTP, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം. ഇതെല്ലാം പേരുകൾ പലതാണെങ്കിലും സ്വഭാവം ഒന്ന് തന്നെയാണ്, ഉദ്ദേശിക്കുന്ന ഒന്ന് തന്നെയാണ്. NDOP എന്ന് പറഞ്ഞാൽ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ മനസ്സിലാക്കിക്കാൻ വേണ്ടിയുള്ള പ്രോഗ്രാം. FSS എന്ന് പറഞ്ഞാൽ വിജയത്തിലേക്കുള്ള ആദ്യത്തെ ചുവട്. DTP എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനുള്ള ട്രെയിനിങ് പ്രോഗ്രാം. എല്ലാം പേര് പലതാണെങ്കിലും പർപ്പസ് ഒന്ന് തന്നെയാണ്. അപ്പൊ അങ്ങനെ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിൽ നിർബന്ധമായും പങ്കെടുപ്പിക്കുക. കാര്യം പലരും ഈ ട്രെയിനിങ്ങിലേക്ക് വരാൻ മടിക്കും. കാരണം 2 കാരണമാണ്. 1, ഈ ബിസിനസ് തുടങ്ങാൻ എടുത്തേക്കുന്ന തുക വളരെ ചെറുതാണ്. അതുകൊണ്ട് തന്നെ എല്ലാ പണിയും കഴിഞ്ഞ് ഇത് ചെയ്യാൻ തോന്നുള്ളൂ. 2, ഈ ബിസിനസ് അവരവരെ കൊണ്ട് പറയാവുന്നതാണെന്ന് പലർക്കും കേൾക്കുമ്പോൾ തോന്നും. ഈ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പുറത്തിരിക്കുമ്പോൾ തോന്നും നമുക്കിത് ഓടിക്കാൻ പറ്റുമെന്ന്. ആ ഡ്രൈവിംഗ് സീറ്റിലോട്ട് കയറിയിരിക്കുമ്പോഴാണ് ഇതിന്റെ ക്ലച്ച് എവിടാ ഗിയർ എവിടാ എന്നൊക്കെ നമ്മൾ നോക്കുക. എന്ന് പറഞ്ഞ പോലെ ഈ ബിസിനസ് കേൾക്കുമ്പോൾ തന്നെ ആദ്യം തന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് തോന്നും. പക്ഷെ ഇത് പ്രോപ്പറായിട്ട് അവർക്ക് പരിശീലനം കൊടുക്കണം. പിന്നെ ഒരു വലിയ വിഭാഗം ആൾക്കാർ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഇതിന്റെ അങ്ങേയറ്റം വരെ ആദ്യമേ ചിന്തിക്കും. നമ്മളിപ്പം കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോകുന്ന ഒരാളെ സംബന്ധിച്ച് കൊച്ചിയിൽ നിന്ന് ഒരു ബസ്സിലോ കാറിലോ കയറി രാത്രിയിൽ ലൈറ്റ് ഇട്ട ഉടനെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ ഒന്നും കാണത്തില്ല. ഒരു 100 മീറ്റർ ദൂരം കിട്ടും. ആ 100 മീറ്റർ ഓടിക്കുമ്പോൾ അടുത്ത 100 മീറ്റർ കിട്ടും, അടുത്ത 100 മീറ്റർ കിട്ടും. ഇങ്ങനെ കുറെ ഓടിക്കഴിയുമ്പം അവസാനം ഇവരെവിടെ എത്തും? തിരുവനന്തപുരം എത്തും. സെയിം തന്നെയാണ് ഈ ബിസിനസ്സിലും. ആദ്യം ഒരു ഡിസ്ട്രിബ്യൂട്ടറായിട്ട് വന്നു, 1-2-3 മാസം നന്നായി പ്രവർത്തിച്ചു, ഒരു ടീം കോർഡിനേറ്ററായി, വീണ്ടും ഏരിയ ടീം കോർഡിനേറ്റർ, ഇങ്ങനെ കയറി പോകും. ഓരോ റാങ്കിലേക്ക് പോകുമ്പോഴും നിങ്ങളെപ്പോലെ ആവണമെന്ന് വിചാരിക്കുന്നതും നിങ്ങളെക്കാൾ ആവേശമുള്ളവരുമായ ആൾക്കാർ നിങ്ങളോടൊപ്പം അസോസിയേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അവരോടൊപ്പം അവരെ നയിച്ച് അവരുമായി നല്ല ബന്ധത്തിലായി അവരെ വിജയിപ്പിക്കാൻ ഇറങ്ങി നിൽക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ റാങ്കുകളും കൂടും. ഇനി NDOP കഴിഞ്ഞ് പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണ്? എല്ലാവരും മീറ്റിംഗ് സെന്റർ കൂടാതെ അവരവരുടെ വീടുകളിൽ ഹോം മീറ്റിങ്ങുകൾ, നമ്മുടെ വീട്ടിലോട്ട് നമ്മുടെ ഏറ്റവും അടുത്ത ഒരു 10-12 ബന്ധുക്കളെ സുഹൃത്തുക്കളെയൊക്കെ ആയിട്ട് വിളിക്കുക. എക്സാമ്പിൾ, ഞായറാഴ്ച ഒരു 2 മണിക്ക് വിളിക്കുന്നു, അല്ല തിങ്കളാഴ്ച വൈകുന്നേരം 3 മണിക്ക് വിളിക്കുന്നു. ആ വിളിക്കുന്ന സമയം നിങ്ങളുടെ അപ്ലൈനുമായിട്ടോടെ ഡിസ്കസ് ചെയ്തൊരു സമയം എടുത്തിട്ട് വേണം വിളിക്കാൻ. 1 മണിക്കൂർ കൊണ്ട് തന്നെ ഈ ആൾക്കാരോട് 12 പേരെ വിളിച്ചാൽ മിക്കവാറും ഒരു 6-7 പേരൊക്കെ വരുള്ളൂ. പലർക്കും പല അസൗകര്യം ഉണ്ടാവും, പല മുൻവിധികൾ ഉണ്ടാവും.
അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഒരു 5-6 പേര് അല്ലെ 8-10 പേരൊക്കെ വരുള്ളൂ. ആ വരുന്നവരോട് ഈ ബിസിനസ് പറയുകയും അവരുടെ സംശയങ്ങൾ അപ്ലൈൻ്റെ സഹായത്തോടെ ദൂരീകരിക്കുകയും നിങ്ങളുടെ ആത്മവിശ്വാസം അവരോട് ഷെയർ ചെയ്യുകയും ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ആളുകൾ ബിസിനസ്സിലേക്ക് വരും. ലാസ്റ്റ് പോയിന്റാണ് ഡ്യൂപ്ലിക്കേഷൻ അല്ലെങ്കിൽ അനുകരണം. അനുകരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്യുന്ന ഒരു തലമുറ നമുക്കുണ്ടാവണം. അങ്ങനെ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ അവരെയും ഞാൻ ഈ പറഞ്ഞ രീതിയിൽ ട്രെയിനിങ് പ്രോഗ്രാമുകൾ പങ്കെടുപ്പിച്ച് അവരുടെ ലിസ്റ്റ് പരിശോധിച്ച് അതിനെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് അവരുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കടന്നുപോയ വഴികളിലൂടെയൊക്കെ നിർബന്ധ ബുദ്ധിയ അവരെയും കൂടെ കൊണ്ടുപോയാൽ ഓട്ടോമാറ്റിക്കലി നമ്മളെക്കാൾ കഴിവുള്ള ഒരു തലമുറ നമുക്ക് ശേഷം വരും എന്ന് ഓർക്കുക. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പോയിന്റ്. ഇതൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞ എന്താ പറയണ്ട സ്റ്റെപ്പുകൾ തന്നെയാണ്. അതിൽ ലിസ്റ്റ് മേക്കിങ്ങിന്റെ പോയിന്റാണ്. ഒന്ന് ക്ലോസ് റിലേറ്റീവ്, ക്ലോസ് ഫ്രണ്ട്സ്, ഡിസ്റ്റന്റ് റിലേറ്റീവ്, സ്കൂൾ മേറ്റ്, കോളേജ് മേറ്റ്, ആരെയൊക്കെയാണ് കൊണ്ടുവരേണ്ടതെന്നുള്ളത്. അതിൽ നിന്ന് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രീതി ഹോട്ട് കോൺടാക്റ്റിനെ സെലക്ട് ചെയ്യണം. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്, ആൾക്കാർ 3 കാറ്റഗറി ഉണ്ടാവും. ഒന്ന് ബെറ്റർ പ്രൊഫൈൽ ദാൻ യു, നിങ്ങളെക്കാൾ മികച്ചവനെന്ന് നിങ്ങൾക്ക് തോന്നുന്നവൻ. അത് വിദ്യാഭ്യാസത്തിലല്ല, ഡ്രസ് കോഡിലല്ല, ജാതിയിലോ മതത്തിലോ അല്ല, കുടുംബ മാഹാത്മ്യത്തിലല്ല, നിങ്ങളെക്കാൾ കഴിവുണ്ട് എന്ന് മൊത്തത്തിൽ ആനച്ചന്തം പോലെ നിങ്ങൾക്ക് തോന്നുന്ന ആളുകൾ വേണം കാറ്റഗറി. നിങ്ങൾക്ക് തുല്യമാണ് അവനും തോന്നുന്നവൻ ബി കാറ്റഗറി. ഒരു പക്ഷെ നിങ്ങളെക്കാൾ സാധാരണക്കാരൻ എന്ന് പറഞ്ഞാൽ അതും സാമ്പത്തികമായി ബന്ധപ്പെട്ടല്ല, അല്ലാതെ പല രീതിയിലും നിങ്ങളെക്കാൾ കഴിവ് കുറഞ്ഞ ഒരാളാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ അയാൾ സി കാറ്റഗറി. നമ്മൾ എപ്പോഴും ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മളെക്കാൾ മികച്ച ആൾക്കാരെ ആവണം. കാരണം നമ്മുടെ ബിസിനസ് കൊണ്ടു നടക്കാൻ നമ്മളെക്കാൾ മികച്ച ആൾക്കാർ വന്നാലാണ് നമ്മുടെ ബിസിനസ് ഓടുകയുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പല വ്യവസായികൾ എടുത്തു വെച്ച് നോക്കി അറിയാലോ, ഇവരുടെ സ്ഥാപനങ്ങളിൽ ഡിഗ്രി പോലും പാസ്സാവാത്ത എത്രയോ വ്യവസായികൾ നടത്തുന്ന സ്ഥാപനങ്ങൾ മുഴുവൻ കൊണ്ടു നടക്കുന്നത് MBA-കാരായിരിക്കും, അല്ലെങ്കിൽ വലിയ ഡിഗ്രി കഴിഞ്ഞവരായിരിക്കും. ചാർട്ടേഡ് അക്കൗണ്ടന്റുമാർ നിരവധി അവിടെ ഉണ്ടാവും, വക്കീലന്മാരുണ്ടാവും. തങ്ങളെക്കാൾ കഴിവുള്ള ആൾക്കാരുടെ കഴിവ് ഉപയോഗിക്കുക എന്നുള്ളതായിരുന്നു വ്യവസായികളുടെ വിജയ രഹസ്യമെങ്കിൽ ഒരു ഡയറക്ട് സെല്ലറുടെ വിജയ രഹസ്യം തങ്ങളെക്കാൾ കഴിവുള്ളവരെയും മെച്ചപ്പെട്ട ആൾക്കാരെയും കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ കുറച്ച് ആൾക്കാരെ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പം സെലക്ഷൻ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ പ്രോസ്പെക്ട് ഷോ ദ പ്ലാൻ പറഞ്ഞു. പ്ലാൻ പ്രസന്റ് ചെയ്യാൻ ഏറ്റവും എളുപ്പമാർഗം, ഏറ്റവും എഫക്റ്റീവ് മാർഗം GTS സെന്റർ ആണ്. അത് കഴിഞ്ഞാൽ ഹോം മീറ്റിംഗ് ആണ്. അതായത് മീറ്റിംഗ് സെന്റർ ആണ് ഏറ്റവും എഫക്റ്റീവ്. കാര്യം അവരുടെ സ്വപ്നങ്ങളിൽ അവരെ കൊണ്ട് കഴിയില്ല എന്ന് വിചാരിക്കുന്ന പല പണികളും ഉണ്ടാവും. അപ്പം ഞാൻ ഉദാഹരണം ഒരു ഇലക്ട്രീഷ്യൻ ആണെങ്കിൽ എൻ്റെ ധാരണ എനിക്ക് ഇലക്ട്രിക്കൽ പണി മാത്രമേ പറ്റുള്ളൂ എന്ന്. അങ്ങനെ മീറ്റിംഗ് സെന്ററിൽ ചെല്ലുമ്പോഴാണ് ഒരു ഇലക്ട്രീഷ്യൻ ഈ ബിസിനസ് കൂടെ വലിയ വരുമാനം ഉണ്ടാക്കുന്നത് കാണുന്നു. ഇയാൾക്ക് ആവേശമായി, ഇയാൾക്കൊരു തീരുമാനം എടുക്കാൻ സഹായമായി. ഇനി ഞാനൊരു വീട്ടമ്മയാണ്, എനിക്കൊരു വീട്ടമ്മയായിരിക്കാനേ കഴിയുള്ളൂ എന്ന് വിചാരിക്കുമ്പോഴാണ് ഒരു വീട്ടമ്മ നേട്ടം ഉണ്ടാക്കുന്നത് കാണുന്നു. അങ്ങനെ എൻ്റെ ഈ ബിസിനസ്സിനെ സംബന്ധിച്ചൊരു പാരഡൈം ഷിഫ്റ്റ് ആവാൻ, അല്ലെങ്കിൽ എൻ്റെ ഈ ബിസിനസ്സിനെ സംബന്ധിച്ചൊരു വിലയിരുത്തൽ മാറ്റപ്പെടാൻ ആ മീറ്റിംഗ് സെന്റർ നമ്മളെ സഹായിക്കും. രണ്ടാമത്തെ മാർഗമാണ് ഹോം മീറ്റിംഗ്. 3 ഓൺലൈൻ മീറ്റിങ്ങുകൾ. 4 1-to-1 എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് സെന്ററിലും കൊണ്ടുവരാൻ പറ്റാത്ത, ഹോം മീറ്റിങ്ങിനും കിട്ടാത്ത നല്ല തിരക്കുള്ള ആൾക്കാരെ അവരുടെ സമയം ചോദിച്ച് അവിടെ പോയി കാണുന്നതാണ് 1-to-1. ഇത് ഏറ്റവും അവസാനത്തെ മാർഗമായിട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. വേറൊന്നുമല്ല, പലപ്പോഴും നമ്മൾ അവരെ നേരിട്ട് കാണാൻ പോകുമ്പോൾ അതൊരു നമ്മുടെ ആവശ്യം മാത്രമായി ചിന്തിക്കപ്പെടും എന്നുള്ളതുകൊണ്ട് റിസൾട്ട് വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ ഒന്നാമത്തത് GTS സെന്റർ തന്നെയാണ്, രണ്ടാമത്തെ ഹോം മീറ്റിംഗ് ആണ്. ഇത് രണ്ടിടത്തും കിട്ടാത്തവരെ നമ്മൾ 1-to-1 വേണ്ടി സമീപിക്കേണ്ടതുള്ളൂ. അപ്പൊ ഇതാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. മീറ്റിംഗ് സെന്ററിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എപ്പോഴും കമ്പനി മീറ്റിംഗ് അടക്കം ശ്രദ്ധിക്കേണ്ടത്, മീറ്റിംഗ്സ് മേക്സ് മണി എന്നാ പറയുക. എല്ലാ മീറ്റിംഗ് സെന്ററിലും നിങ്ങൾ പങ്കെടുപ്പിക്കുന്ന ഗസ്റ്റുകളുടെ എണ്ണം അനുസരിച്ചാണ് അടുത്ത ആഴ്ചത്തെ റിസൾട്ട് വരുന്നതെന്ന് ഓർക്കുക. നിങ്ങൾ കൂടുതൽ ആൾക്കാരെ ബിസിനസ് കേൾപ്പിച്ചാൽ കൂടുതൽ തീരുമാനമെടുത്ത ആൾക്കാർ നിങ്ങളുടെ ടീമിൽ ഉണ്ടാവുകയും നാളെ അവർ വലിയ ലീഡേഴ്സ് ആയിട്ട് മാറുകയും ചെയ്യും. മീറ്റിംഗ് സെന്ററിൽ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: ഒന്ന്, ഫ്രണ്ട് റോയിൽ ഇരിക്കാൻ ശ്രദ്ധിക്കണം. നിങ്ങളുടെ പ്രോസ്പെക്റ്റിനെ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് സഹകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വളരെ ശ്രദ്ധയോടെ മീറ്റിംഗ് കാണുക. ഇനി നല്ല അനുഭവങ്ങളൊക്കെ പറയുന്ന സമയത്ത് ആവേശത്തോടെ കൈയടിക്കുകയും പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുക. മീറ്റിങ്ങിന് ശേഷം നിങ്ങളുടെ ലീഡറെ, നിങ്ങൾ കൊണ്ടുവന്ന അതിഥിയെ അല്ലെ പ്രോസ്പെക്റ്റിനെ പരിചയപ്പെടുത്തുക. ഇനി അവരുടെ എല്ലാ സംശയങ്ങളും ആ മീറ്റിംഗ് ഹാളിൽ തന്നെ ദൂരീകരിച്ച് കൊണ്ടുപോവുക. പലരും മീറ്റിംഗ് സെന്ററിലോട്ട് പ്രോസ്പെക്റ്റിനെ കൊണ്ടുവന്നിട്ട് ആരും കാണാതെ അവരെ പറഞ്ഞു വിടുന്നത് ശ്രദ്ധപ്പെടാറുണ്ട്. അങ്ങനെ ചെയ്യരുത്. വിജയിച്ച ആൾക്കാരുമായി, അയാൾക്കൊരു ജീവിതം ഉണ്ടാകാൻ സാധ്യതയുള്ള ബിസിനസ്സിൽ കൂടെ വലിയ നേട്ടം ഉണ്ടായ ആൾക്ക് ഒരു ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമ്പോൾ ഒരു കറണ്ട്, ഒരു എനർജി ആ പുതിയ പ്രോസ്പെക്റ്റിന് പാസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ആ ഒരു ഇൻഫോർമേറ്റീവായ ആ ഒരു സംഗമം അല്ലെങ്കിൽ ആ ഒരു കൂട്ടുമുട്ടൽ നമ്മൾ കാരണം ഒഴിവാക്കരുത്. ആ രീതിയിൽ നിങ്ങളുടെ പ്രോസ്പെക്ട്സിനെ പരിചയപ്പെടുത്തിയിട്ടേ വിടാൻ പാടുള്ളൂ. ഹോം മീറ്റിംഗിൽ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു 5-10 ആൾക്കാരെ നിങ്ങളുടെ വീട്ടിൽ വിളിക്കുക, ഒരു ചെറിയ സ്വാഗതം പുതിയ ഡിസ്ട്രിബ്യൂട്ടർ പറയുക. സ്വാഗതം ഇത്രേ ഉള്ളൂ. എൻ്റെ വീട്ടിലാണ് ഹോം മീറ്റിംഗ്, ഞാനിപ്പോൾ ഒരാഴ്ചയായുള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഗതം പറയാം. എൻ്റെ പേര് നിങ്ങൾക്ക് അറിയാമല്ലോ, അനീഷ് എന്നാണ്.
ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ബിസിനസ് തുടങ്ങി. എനിക്ക് അതിനെക്കുറിച്ച് വിശദമായി പറഞ്ഞുതരാൻ അറിയില്ല. അതിനുവേണ്ടി ഇവിടെ വന്നിട്ടുള്ളത് ഈ ബിസിനസ്സിൽ കൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയ അനിൽ സാറാണ്. അനിൽ സാറിനെ നിങ്ങൾക്ക് വേണ്ടി ഈ ബിസിനസ് ഷെയർ ചെയ്യാൻ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എനിക്ക് വേണ്ടി എല്ലാവരും ദയവ് ചെയ്ത് ഒരു അരമണിക്കൂറത്തേക്ക് അനിൽ സാറിനെ കേൾക്കുക. നിങ്ങളുടെ മൊബൈൽ ഫോണുകളൊന്ന് സൈലന്റ് ആക്കി സഹകരിക്കുക. ഒരു സ്വാഗതം, ഇത്രയേ ഉള്ളൂ. ഇതിന്റെ ഹൈലൈറ്റ് ഇത്രേ ഉള്ളൂ. എനിക്ക് വേണ്ടി അരമണിക്കൂർ കേൾക്കാൻ പറയും. കാര്യം അനിൽ സാറിനെ അവർക്ക് ആർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അവർ എഴുന്നേറ്റ് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പോകാണ്ടിരിക്കാനാണ് നമുക്ക് വേണ്ടി അരമണിക്കൂർ ഇരിക്കാൻ പറയാം. ഇങ്ങനൊരു സ്വാഗതം ആ വീട്ടുകാരൻ പറയണം. ഒരു കുറച്ച് പ്രോഡക്റ്റ്, ഒരു 10-15,000 രൂപയെങ്കിലും പ്രോഡക്റ്റ് ആ ഹോം മീറ്റിംഗ് നടക്കുന്നതിൻ്റെ വീട്ടിൽ ടേബിളിൽ ഒന്ന് ഡെമോ വെക്കുന്നത് വളരെ നന്നായിരിക്കും. കാര്യം ആൾക്കാർക്ക് ഇത് എന്താണെന്നറിയാനും നോക്കാനും ഒക്കെ. മീറ്റിങ്ങിന് ശേഷം ആ ലീഡർ പറഞ്ഞതിന് ശേഷം മാത്രം ഒരു ചായ കൊടുക്കുക. ചായ കൊടുക്കണമെന്ന് നിർബന്ധമില്ല, ആവശ്യമുള്ളവർക്ക്. ഇനി വന്ന അതിഥികളെ ലീഡർക്ക് പരിചയപ്പെടുത്തുക. നിങ്ങൾ ഈ ബിസിനസ് സീരിയസ് ആയി ചെയ്യാൻ പോകുന്നുള്ള വിശ്വാസം അവരോട് ഷെയർ ചെയ്യുക. ആളുകൾ എത്ര വലിയ മൈലേജ് സ്റ്റൈലിന്റെ പ്ലാൻ കേട്ടാലും, എത്ര വരുമാനം കിട്ടുമെന്ന് കണ്ടാലും ആൾക്കാരൊക്കെ നിരീക്ഷിക്കുക നിങ്ങളെ ആയിരിക്കും. നിങ്ങൾ എത്രത്തോളം ആത്മവിശ്വാസമുണ്ട് ഇതേ നോക്കുള്ളൂ. ബിസിനസ് എത്ര വലുതാണെന്നല്ല, നിങ്ങൾക്ക് ഇതെന്തോ എങ്ങനെ ഓടിക്കാനാണ് പ്ലാൻ, ഇതാണ് അവർ നോക്കുക. അപ്പൊ നിങ്ങളുടെ ഒരു കോൺഫിഡൻസ് ആണ് ഈ ബിസിനസ്സിലേക്ക് പുതിയ ഒരാളെ കൊണ്ടുവരിക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സത്യമാണ്. അത് നിങ്ങൾ ആ നിലയ്ക്ക് എന്താ പറയണ്ടേ ചെയ്യണം. ഇനി അടുത്ത ദിവസം അവരെ കാണാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതും ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ പെടുന്നു. ഇനി വൺ ടു വൺ കാര്യം നേരത്തെ പറഞ്ഞു. വൺ ടു വൺ നിങ്ങൾ ആർക്കെങ്കിലും പോയി ഒറ്റയ്ക്ക് പ്ലാൻ കൊടുക്കരുത്. നിങ്ങളുടെ ഏറ്റവും അടുത്ത ആൾക്കാർക്ക് മാത്രമേ വൺ ടു വൺ കൊടുക്കാവുള്ളൂ. നേരത്തെ അവരുടെ അപ്പോയിൻമെന്റ് എടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഇനി ഒറ്റയ്ക്ക് നിങ്ങളൊരു വൺ ടു വൺ പ്രസന്റേഷന് പോകരുത്. നിങ്ങളുടെ കൂടെ ഒരു അപ്ലൈ ലീഡറോ ഒരു അസോസിയേറ്റോ എങ്കിലും ഉണ്ടാവും. 2 പേരെങ്കിലും മിനിമം പോകണം. 3-ൽ കൂടാനും പാടില്ല. കുറേ ആൾക്കാർ ചെന്നിട്ട് പറയേണ്ട കാര്യമില്ല. മാക്സിമം 2-3 ആൾക്കാർ മാത്രം പോവുക. ഇനി ഒരു അപ്ലൈ ലീഡറുടെ സഹായത്തോടെ പോകുന്നതായിരിക്കും നല്ലത്. ഒരു പുതിയ ഡിസ്ട്രിബ്യൂട്ടർ ആണെങ്കിൽ, ഒരു ഡിസ്ട്രിബ്യൂട്ടർ ആയി നിൽക്കുന്ന ഒരാളാണ്, ഒരു ടീം കോർഡിനേറ്റർ എങ്കിലും നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ആ രീതിക്ക് വേണം ഒരു പ്രസന്റേഷൻ നമ്മൾ പോകാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്യേണ്ടത്. ഇനി ഞാൻ ഇത് പറയാനാണെങ്കിൽ കുറേ ഉണ്ട്. അപ്പൊ ഈ ഓൺലൈൻ മീറ്റിംഗ് ആയതുകൊണ്ടും 1.5 മണിക്കൂറിൽ ഇത് തീർക്കേണ്ടതായതുകൊണ്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ ഇതുപോലുള്ള കുറച്ച് പരിശീലന പരിപാടികളൊക്കെ ആയിട്ട് ഒത്തിരി അധികം സംസാരിക്കേണ്ട എന്നുകൂടെ ഉള്ളതുകൊണ്ടും ഞാനൊരു 1.5 മണിക്കൂറിൽ ഇത് അവസാനിപ്പിക്കുകയാണ്. അപ്പം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ കേട്ടു. മീറ്റിംഗ് കേട്ട് കഴിഞ്ഞ ആളുകൾ തീരുമാനമെടുക്കുക. മൈലേജ് സ്റ്റൈലിന്റെ പ്രൊഡക്റ്റ് കണ്ടോ, 2,10,000 കിട്ടുന്ന ലീഡറെ കണ്ടോ, ഒന്നുമല്ല. പകരം അയാളുടെ മുമ്പിൽ ഈ ബിസിനസ് വന്ന് പറഞ്ഞ അയാളുടെ അമ്മാവന്റെ മകൻ, അനിയൻ, അളിയൻ, അയൽക്കാർ, ആ ആൾക്ക് ഈ ബിസിനസ്സിൽ ഒരു വിജയ പ്രതീക്ഷയുണ്ടോ, അവരെത്രത്തോളം സീരിയസ് ആയിട്ട് ഇത് ചെയ്യാൻ പോകുന്നുണ്ടോ, ആ ആളുടെ കൂടെ ഒരു പുതിയ വ്യക്തി ബിസിനസ്സിലേക്ക് വരുള്ളൂ എന്നുള്ള കാര്യം ഓർക്കുക. അതുകൊണ്ട് വളരെ കോൺഫിഡൻസോടു കൂടി നിങ്ങളുടെ ബന്ധുക്കളോടും സുഹൃത്തുക്കളോടും ഈ ബിസിനസ് പറയാൻ ശ്രമിക്കുക. സിസ്റ്റമാറ്റിക് ആയി ബിസിനസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. വളരെ ഈസി ആയിട്ടുള്ളൊരു ബിസിനസ്സാണിത്. ഒരു സങ്കീർണതയും ഈ ബിസിനസ്സിലില്ല. വളരെ എളുപ്പമാണ്. പക്ഷേ ഇതിൻ്റെ പ്രാഥമികമായ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ തന്നെ കുറച്ച് സമയം പിടിക്കും. ഒരു 6 മാസമൊക്കെ പിടിക്കും. ആ 6 മാസത്തേക്ക് ചെറിയ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ ഒരു ബിസിനസ്സാണ് ഇതെന്ന ഒരു കുറവിന്റെ പേരിൽ, അതൊരു കുറവാന്നല്ല ഞാൻ പറയുന്നത്, ഒരു എളുപ്പമാണ് എങ്കിലും ചെറിയ ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങിയ ബിസിനസ് ആണെന്നുള്ള പേരിൽ എല്ലാ തിരക്കും കഴിഞ്ഞ് ഇത് ചെയ്യാമെന്ന് വിചാരിക്കാതെ, നമ്മളുടെ ഏതെങ്കിലുമൊക്കെ അപ്ലൈ ലീഡേഴ്സ് ഇത്തരം പ്രോഗ്രാമുകൾക്കും ട്രെയിനിങ്ങുകൾക്കും ഒക്കെ നമ്മളെ നിർബന്ധിക്കുന്ന സമയങ്ങളിൽ ഇത് അവരുടെ ബിസിനസ്സാണെന്ന് വിചാരിക്കാതെ, അവർക്കെന്തോ ലാഭം കിട്ടാനെന്ന് വിചാരിക്കാതെ, അവനവന്റെ ജീവിതം മാറ്റിമറിക്കാനുള്ള ഒരു അവസരമാണെന്ന് മനസ്സിലാക്കി ഒരുപക്ഷെ ഓടിത്തളർന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിന്ന് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാനും എനിക്ക് കഴിയും, അതിനെനിക്ക് ഒരു അവസരം ഒരു കച്ചിത്തുരുമ്പാണ് എന്ന ബോധ്യത്തിൽ ഇതിലേക്ക് കടന്നു വന്ന് വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും കഴിയട്ടെ എന്ന്